അപ്പോൾ ലോട്ടറിയുടെ ഭാഗ്യാന്വേഷികൾ കേരളത്തിൽ 75 ലക്ഷത്തോളം വരുന്ന ആളുകളാണ്. അവരിൽ ഒരാൾക്കാണ് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം ടിക്കറ്റ് വിറ്റത് വൈറ്റിലിയിലെ ഭഗവതി ഏജൻസി ആണ് ടിക്കറ്റ് വിറ്റത്. അപ്പോൾ ഈ ഭാഗ്യവാൻ ആരാണ് എന്നറിയാൻ കേരളം കാത്തിരിക്കുന്നു. ഞാൻ ആദ്യം സുരേഷ് വടകരയിലേക്ക് പോകും. സുരേഷ് വടകര ടിക്കറ്റ് എടുത്തിരുന്നോ? ഞാൻ ടിക്കറ്റ് എടുക്കില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അങ്ങേക്ക് ഇതിൽ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, മുഹമ്മദ് മഞ്ചേരി ടിക്കറ്റ് എടുത്തിരുന്നോ? എടുത്തിരുന്നു സാർ, നമസ്കാരം. വെരി ഗുഡ്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, എന്താണ് പ്രതീക്ഷ ടിക്കറ്റ് എടുക്കുമ്പോൾ? പ്രതീക്ഷിച്ചാൽ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് എടുത്തത്. അത് കിട്ടിയില്ല. പിന്നെ ഇനി ചെറിയ നമ്പർ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. നിരാശയുണ്ടോ ടിക്കറ്റ് കിട്ടാത്തതിൽ? കിട്ടാത്ത പലതും ഉണ്ട്. പിന്നെ ഈ ലോട്ടറി എല്ലാ അണ്ടർതിക്കും വേണം. ഈ ഓണം മെമ്പർ എന്ന് പറഞ്ഞ മാതിരി എല്ലാ അണ്ടർതികളും ഉണ്ടെങ്കിൽ അതിന് വിശേഷ ദിവസങ്ങളെല്ലാം വേണം. ഇതാണ് മനുഷ്യന് പാവപ്പെട്ടവന്. ഇപ്പൊ ഒരു ആളെ കഥ പറഞ്ഞ് കേട്ടില്ലേ, അയാൾ ഹോട്ടൽ കച്ചവടം തുടങ്ങിയിരുന്നൊക്കെ മനുഷ്യനായി ജീവിക്കാൻ, അല്ലാതെ ഇവിടെ കട്ടും കമർത്തും ജീവിക്കാനും അല്ല. ലോട്ടറി ആവശ്യമാണ് കേരളത്തിന്. അതെ, അപ്പൊ ലോട്ടറിയിൽ വലിയ പ്രതീക്ഷയാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരിക്ക്. പക്ഷെ ഇപ്പൊ നിരാശയില്ല അല്ലേ? പ്രതീക്ഷയാണ്. അപ്പൊ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ആ പൈസ എന്ത് ചെയ്യുമായിരുന്നു ശ്രീ മുഹമ്മദ് മഞ്ചേരി? അത് ഞാൻ പിന്നെ അതിന്റെ ശേഷം തീരുമാനിക്കും. കുറെ ജീവിക്കണം, കുറെ ആളെ ജീവിപ്പിക്കണം, ഇതൊക്കെ ആയിരുന്നു. നല്ല ഭക്ഷണം കഴിക്കണം മുതലായ എല്ലാ കാര്യങ്ങളും ആയിരുന്നു കിട്ടുകയാണെങ്കിൽ. ശരി, താങ്ക് യു. അപ്പൊ സൂപ്പി എന്നോട് ഇപ്പം വെള്ളമുണ്ടയിൽ ചേരുന്നു. ശ്രീ സൂപ്പി ലോട്ടറി എടുത്തിരുന്നോ? സൂപ്പി കേൾക്കാമോ? ഓക്കെ, പ്രദീപ് ലോട്ടറി എടുത്തിരുന്നു. പ്രദീപ് ഈ ലോട്ടറി എടുത്തിരുന്നു? പ്രദീപ് ലോട്ടറി ഇപ്രാവശ്യം എടുത്തില്ല, കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ഇപ്രാവശ്യം എടുക്കാത്ത? എന്താ? പക്ഷെ വേറൊരു രസം, ഈ ലോട്ടറി എടുത്ത് ഈ സാധാരണക്കാരൻ ലോട്ടറി എടുത്ത് പിന്നെ ആളെ കാണില്ല. എന്താ സംഭവം അറിയില്ല. ഈ വിനിയോഗിക്കാൻ അറിയാൻ പറ്റുന്ന ആളുകളുണ്ട് ഈ പൈസ. ശരി, ഓക്കെ, അതുപോലെ താങ്കളുടെ അഭിപ്രായം. ഞാൻ ലോട്ടറി എടുത്ത ആളുകളുടെ ഒരു പ്രതീക്ഷയാണ് കൂടുതലും ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ലോട്ടറിയെ സംബന്ധിച്ചിടത്തോളം 75 ലക്ഷം ടിക്കറ്റാണ് വിറ്റുപോയത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടിക്കറ്റ് വിറ്റാൽ നമ്മുടെ സർക്കാരിന് 302 രൂപയാണ് കിട്ടുന്നത്. 500 രൂപയുടെ 75 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. അതിൽ ഒരു ടിക്കറ്റ് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെ സംസ്ഥാന സർക്കാരിനാകെ ലഭിച്ചത് 226.5 കോടി രൂപയാണ്. ഏതാണ്ട് 50 കോടി രൂപയോളം സമ്മാനം തുക നൽകേണ്ടി വരും. ബാക്കി ഒരു വലിയ നേട്ടമാണ്. അപ്പോൾ കമാൻഡർ മാത്യു എന്നോടൊപ്പം ചേരുന്നു. കമാൻഡർ മാത്യു, ഈ ഓണം ബമ്പറിനെ കുറിച്ച് അവിടെ ബോംബെയിലൊക്കെ ആളുകൾ ഇവിടെ നിന്ന് എടുക്കുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ വല്ലതും ഉണ്ടോ ശ്രീ മാത്യു? അയ്യോ, മനുവല്ലേ, മനുവിനെ കിരണിനെ തമ്മിൽ ഞാൻ വ്യത്യാസപ്പെടുത്തുന്നത് ഇപ്പൊ താടി വെച്ചിട്ടാ. ഭാര്യ പറഞ്ഞു ഒരാൾക്ക് താടിയുണ്ട്, ഒരാൾക്ക് താടിയില്ലെന്ന്. ഇത് എനിക്ക് അതെന്താ രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെയാണല്ലേ? അപ്പൊ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മമ്മൂട്ടി ചിത്രത്തിലെ ഒരു ഡയലോഗാണ് സലീം കുമാറിന്റെ ഓർമ്മ വരുന്നത്. മുഖത്ത് ഞാൻ കറുത്ത പുള്ളിയിട്ടുള്ള ആൾ. അതെ അതെ, ശൈലി എന്നോട് എപ്പോഴും പറയാം ഡാഡി ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ടെന്ന് പറയാം. അപ്പൊ ഞാൻ പറയാം അതുകൊണ്ട് ഇനി ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, ഞാൻ എല്ലാ വർഷവും ലോട്ടറി എടുക്കും മനു, എല്ലാ വർഷവും. പക്ഷേ ഞാനൊരു നിർഭാഗ്യവാനാ. കഴിഞ്ഞ ഓണത്തിന് എനിക്ക് 5000 രൂപ ലോട്ടറി അടിച്ചു. പക്ഷെ ഞാൻ 3 മാസം കഴിഞ്ഞ് ഈ സാധനം നോക്കുന്നത്. എന്നിട്ട് എനിക്കത് ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല, സമയം പോയി. ഇതിനകത്തില് ഞാൻ ഇതിനകത്ത് ഇപ്പൊ ഒരു ഫൈനാൻഷ്യൽ കഴിയുന്ന രീതിയിൽ 2-3 കാര്യങ്ങൾ ഇതിനകത്ത് പറയണം. ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം. ഒന്ന്, ഈ ലോട്ടറി എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഒത്തിരി പേര് എടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ നാട്ടിലൊരു പയ്യന്റെ ലോട്ടറി അടിച്ചു, അവൻ വീട് വെച്ചു, അവസാനം അവൻ കുത്തുവാള എടുത്തു. ഈ ലോട്ടറി അടിച്ചതിന് അന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് ആശാൻ നാട്ടുകാരെ എല്ലാം പൈസ മേടിച്ച് ബിവറേജ് പോയി, ബിവറേജ് കൊണ്ടുവന്നു, അടിച്ചു, പിറ്റായി, വീട് മേടിച്ചു, അവസാനം എല്ലാം കുത്തി തരണ്ടി ഇപ്പൊ നാട്ടുകാരോട് ഗൂഗിൾ പേ ചോദിക്കുക. അതാണ് ലോട്ടറി അടിച്ചവന്റെ സ്ഥിതി. ഇനി ലോട്ടറി അടിക്കാത്തവന്റെ കാര്യം ഈ വർഷം ഒന്ന് ആലോചിച്ച് നോക്കിക്കാം. ഞാനൊരു ചെറിയൊരു കണക്ക് ഒരു ചെറിയൊരു കണക്ക് പറയാം. നമ്മുടെ കേരളത്തില് 12,893 കോടിയാണ് നമ്മുടെ നാട്ടിലെ സെയിൽസ് എന്ന് പറഞ്ഞ ഈ ലോട്ടറിയുടെ. അറിയാമോ മനുവിനത്? 12,893 കോടി. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്തില് നമ്മുടെ സർക്കാരിന്റെ, എന്റെ കണക്കും പറയാൻ ഞാൻ ഒരു സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോ ഞാൻ പറഞ്ഞത്, ഇതിനകത്തില് ഈ സർക്കാരിന് കിട്ടുന്ന ടോട്ടൽ റവന്യൂ ഞാൻ പറയുന്നത് 12,529.26. 12,529,000 രൂപ നമ്മുടെ കേരള സർക്കാരിന്റെ റവന്യൂ ഇതിനകത്ത് ഒരു വർഷം കിട്ടുന്നത്. ചിന്തിച്ചു നോക്ക്. ഇനി ഇതുകൊണ്ട് സർക്കാർ എന്താ ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ പറയും. നെഗറ്റീവ് പോസിറ്റീവ് കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഒന്ന്, ഇവർ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുള്ള കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ഡയാലിസിസിന് കീമോതെറാപ്പിക്കും കൊടുക്കുന്ന പൈസ, അതോടൊപ്പം തന്നെ ഇവർ ഈ ഒരു 2
2,2,37,00,000 രൂപ ഏകദേശം അവർ ഈ പരിപാടി കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പൈസ എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ ഒരു ഇൻകമാണ്. ഈ ഇൻകം ഇല്ലാതെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവില്ല. ഞാൻ എപ്പോഴും പറയത്തില്ലേ, കള്ളും ലോട്ടറിയും ഇതാണ് നമ്മുടെ വരുമാനം. ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷൻ കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഇപ്പോഴത്തെ എന്താ പ്രോബ്ലം എന്ന് അറിയാമോ? ഇപ്പൊ ഈ ലോട്ടറിക്ക് മാർജിൻ എന്ത് പറ്റി വെച്ചാൽ ഇവർക്കൊരു പ്രശ്നം, ഈ സെയിൽ ടാക്സ് വന്നില്ലേ? ഇപ്പൊ ടാക്സ് വന്നപ്പോ എന്ത് പറ്റി? GST വന്നപ്പോ എന്ത് പറ്റി? ഇവർ 28% അപ്പം GST വന്നേക്കുന്നത് അല്ലേ? അതിപ്പോ 40 ആവുന്നല്ലേ പറഞ്ഞു? 40 ആക്കാൻ പോവാ. അതാ പറഞ്ഞത്. GST ഈ 28% 40% വരുമ്പോഴുള്ള റിസ്ക് എന്ന് പറയുന്നത് എന്ത് പറ്റിയെന്ന് അറിയാമോ? ജനങ്ങൾ ഇത് മേടിക്കാൻ തന്നെ മുന്നോട്ട് വരത്തില്ല. അപ്പൊ ഈ ലോട്ടറി അടിക്കുന്ന ഈ ലോട്ടറി കച്ചവടത്തില് ഈ ആരാ ലോട്ടറി മേടിക്കുന്നത്? ഏറ്റവും സാധാരണക്കാരാണ് മേടിക്കുന്നത്. അതാ എനിക്ക് ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത്. ഈ സാധാരണക്കാരുടെ മേടിക്കുന്ന സാധനം ലോട്ടറി. പിന്നെ ഞാനും അനുവൊക്കെ മേടിക്കുന്നത് എന്താ അറിയാമോ? ആരെങ്കിലും നമ്മൾ യാത്രയിൽ പോകുമ്പോൾ സാറേ ഒരു ടിക്കറ്റ് എടുക്കാൻ പറയും, നമ്മൾ എടുക്കും. നമ്മൾ നോക്കത്തില്ല. ഞാൻ അങ്ങനെ പലപ്പോഴും ടിക്കറ്റ് എടുത്തിട്ട് എന്റെ വണ്ടി വെച്ചിട്ട് എന്റെ ഡ്രൈവർ ഒരു ദിവസം ഒന്നിച്ചൊക്കെയാണ് നോക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് ഈ സാധാരണക്കാർ മേടിക്കുമ്പോൾ ഈ ടാക്സും കൂടെ കൂടുമ്പോൾ ഇതിന്റെ ഇമ്പാക്ട് ഭയങ്കര മോശമാണ്. പിന്നെ സമയം അതിക്രമിച്ചുകൊണ്ടാണ് ഇന്ന് കുറച്ച് ആളുകൾ കാത്തു നിൽക്കുന്നത്. നമുക്കതൊരു വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതിൽ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. വളരെ നന്ദി കമാൻഡർ മാത്യു. അപ്പോൾ ഗൗതം എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. ഗൗതം ടിക്കറ്റ് എടുത്തിരുന്നോ? ഞാൻ എടുത്തിരുന്നു. എന്താ ഗൗതം നിരാശയാണല്ലോ? ടിക്കറ്റ് അടിച്ചില്ലേ? ഒരു ചെറിയ സമ്മാനം പോലും 5,000 പോലും അടിച്ചില്ലേ? ഒന്നും എടുത്തില്ല. പോട്ടെ, സാരമില്ല. അപ്പൊ ആകെ നിരാശനായി അല്ലേ? ടിക്കറ്റ് അടിച്ചിരുന്നെങ്കിൽ ഗൗതം എന്ത് ചെയ്തേനെ? എനിക്ക് മുട്ടായൊക്കെ അയച്ചു തന്നേനെ, അത് വേറെ കാര്യം. എങ്കിലും അല്ലാതെ അതെ, തീർച്ചയായും പാവപ്പെട്ടവരെ സഹായിക്കും അല്ലേ? പക്ഷെ ഏതായാലും പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആർക്കെങ്കിലും ടിക്കറ്റ് കിട്ടുന്നത് ഞാനും പ്രത്യേകിക്കുകയാണ്. അതപ്പോൾ വളരെ സന്തോഷം ഗൗതം അവിടെ നിന്ന് ചേർന്നതിന്. ഈ എന്തിനും ഏതിനും ഈ സർക്കാരിനെ കുറ്റം പറയുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിൽ കാര്യമില്ലെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? സർക്കാർ ഒരു ആളുകൾക്ക് സമ്പന്നനായ ഒരു അവസരം കൊടുക്കുന്നു, അതുവഴി ചെറിയൊരു നികുതിയും എടുക്കുന്നു, അത്രേ കണക്കാക്കേണ്ടുള്ളൂ എന്നാണ് അല്ലേ? അതെ, തൊട്ടതിനും പിടിച്ചതിനും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ സുരേഷ് എന്നോടൊപ്പം ചേരുന്നത് കാസർഗോഡ് നിന്നാണ്. സുരേഷ് കോഴിക്കോട് നിന്നാണ്. സുരേഷ് അല്ലേ? കോഴിക്കോട് നിന്ന്. ശ്രീ സുരേഷ് ടിക്കറ്റ് എടുത്തിരുന്നു സുരേഷ്? അതെ, ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ ഗവൺമെന്റ് ഇതൊരു ചൂതുകളിയാണ്. ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ വശീകരിക്കാന്നല്ലാണ്ട് വേറെന്താണ് ഇതിന്റെ അർത്ഥം? വയ്യല്ലേ ഈ 25 കോടി സാറേ ഒരു 100 ആൾക്ക് വിധിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗുണമുണ്ടായിരുന്നു. അതായത് 200 കുടുംബങ്ങൾ രക്ഷപ്പെടും. ഈ 25 കോടി ഒരു കോടി വെച്ച് 100 കുടുംബത്തിന് കൊടുക്കാൻ പറ്റിയ ടിക്കറ്റ് ആണെങ്കിൽ പ്രശ്നമില്ല. ഇത് ഒരാൾക്ക് 25 കോടി കിട്ടുന്ന 12 കോടി കിട്ടുമായിരിക്കും. ബാക്കിയെല്ലാം ശരി ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ വിഘ്നേശ്വരി എന്നോടൊപ്പം ചേരുന്നത് കന്യാകുമാരിയിൽ നിന്നാണ്. വിഘ്നേശ്വരി, പറഞ്ഞോളൂ. അപ്പൊ താങ്കൾ ലോട്ടറി എടുത്തോ? എന്ത് സംഭവിച്ചു? ഞാൻ ഒരു 3 ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 500 രൂപ വീണിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്ക് 500 എങ്കിൽ 500 ഒരാൾക്ക് അടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷം. 500 രൂപ കിട്ടി, പക്ഷെ 1,500 പോയി അല്ലേ? അതെ, സാരമില്ല. അപ്പൊ ഈ 500 രൂപ ഇനിയിപ്പോ ഒന്നാം സമ്മാനം കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യാനായിരുന്നു പദ്ധതി? ഇല്ല, എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്. പിന്നെ ഫസ്റ്റ് അതെ, അത് മാത്രമല്ല ഫസ്റ്റ് ഒരു ബിസിനസ് ചെയ്ത് ലോസ് ആയിരുന്നു. എന്ത് ബിസിനസ് ചെയ്തിട്ടാ ലോസ് ആയത്? ട്രാവൽസ് ആയിരുന്നു, ചെന്നൈയിലായിരുന്നു. ഓ, അപ്പൊ അതൊക്കെ ഒന്ന് വീണ്ടും പുനർജീവിപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് ലോട്ടറി എടുത്തത് അല്ലേ? അതെ, എനിക്ക് 2 പെൺമക്കളും കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു ഇതായിട്ട് നോക്കിയതായിരുന്നു. അത് ശരി. അപ്പൊ മക്കളൊക്കെ എത്ര വയസ്സായി? മൂത്താള് 9th-ലും ഇളയാള് 2nd-ലും. 2ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഏതായാലും അമ്മ വലിയ ഇതാണ്, ഭയങ്കര നേരത്തെ കൂട്ടി മക്കൾക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണെന്ന് അറിഞ്ഞതിലൊക്കെ സന്തോഷം. പക്ഷേ പെൺകുട്ടികളൊക്കെ അവരുടെ പഠിത്തം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും മേന്മ കൊണ്ടും മുന്നേറുന്നൊരു കാലമാണ് വിഘ്നേശ്വരി വരാനിരിക്കുന്നത്. അതുകൊണ്ട് ലോട്ടറി അടിച്ചില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് വിഷമമില്ല. ഒരുപാട് പേര് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് നഷ്ടമായപ്പോ ഇനി ഇത് വേണ്ട, ഇനി ലോട്ടറി എടുക്കണ്ടെന്ന് തോന്നിയോ അതോ ഒന്നും കൂടി ശ്രമിക്കണമെന്ന് തോന്നിയോ? ഇല്ല, ഇനി എന്തായാലും ഈ പൂജ നമ്പർ ഒന്ന് എടുക്കണമെന്നുണ്ട്. അപ്പോൾ അടുത്ത തവണ ലോട്ടറി അടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അടിച്ചാൽ എനിക്ക് മുട്ടായൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരേണ്ടി വരും കേട്ടോ. മുട്ടായല്ല, എന്താണെങ്കിലും ചെയ്യാം, തീർച്ചയായിട്ടും. ശരി, ഓക്കെ. അപ്പോൾ ഏതായാലും സന്തോഷം. അപ്പോൾ കുഞ്ഞുമക്കളോടൊക്കെ എൻ്റെ ആശംസകളൊക്കെ അറിയിക്കുക. അപ്പോൾ ലോട്ടറി ഇല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ പഠിച്ച് നല്ല ഒരു മേഖലയിൽ അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് അമ്മയ്ക്ക് ഒരു ലോട്ടറിക്ക് സമാനമായ ഒരു നേട്ടം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ.
ഓക്കെ. അപ്പോൾ ബിനോയ് എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ബിനോയ് ലോട്ടറി എടുക്കുന്നയാളാണോ ബിനോയ്? ഹലോ മനുജി, നമസ്കാരം. ലോട്ടറി എടുത്തോ? ലോട്ടറി 10 എണ്ണത്തിൽ കൂടുതൽ എടുത്തു. 5000 രൂപ ലോട്ടറി എടുത്തു. ഓക്കെ, എത്ര രൂപ കിട്ടി? അല്ല, ഒന്നും കിട്ടിയോന്നൊന്നും നോക്കിയില്ല, യാത്രയിലാണ്. ഒന്നും കിട്ടിയൊന്നും നോക്കിയില്ല, യാത്രയിലാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യം ഇത് ഉണ്ട്, മലയാളിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ലോട്ടറി അല്ലേ? അത് അമിത പ്രതീക്ഷയാണോ ബിനോയ്? അല്ല മനു, അമിത പ്രതീക്ഷ അല്ല. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം മനു, ഞാൻ ലോട്ടറി എടുക്കുന്ന ഒരാളല്ല. പക്ഷേ നമ്മളുടെ ഈ പൈസ പോകുന്നത് സർക്കാരിലോട്ടാ. സർക്കാരിലേക്ക് ഒരു ഡൊണേഷൻ അല്ല. ഈ ലോട്ടറി ആയിട്ട് വരുന്നവര് ഒന്നീ നല്ല പ്രായമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവര്. നമ്മുടെ വണ്ടിയുടെ അടുത്ത് അവര് വരും, വരുന്നിട്ട് പറയും ഒരു ലോട്ടറി എടുക്കുമെന്ന് ചോദിക്കും. അപ്പോൾ പലയിടത്തും നിന്ന് നമ്മൾ എടുക്കും. അപ്പൊ ഞാൻ മനസ്സിൽ കരുതുന്നത് ഒരു ഇത് പോകുന്നത് ഒരാൾക്കൊരു ജോലി പോയി കിട്ടിയാൽ നമുക്കൊരു ഭാഗ്യവും അല്ലേ? ഇത് കള്ളച്ചിട്ടി കമ്പനിക്കൊന്നും അല്ല പോകുന്നത്, സർക്കാരിന്റെ എന്താ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് അതിനകത്തൊരു പ്രതിഷേധവും കൂടി ഉണ്ട്, അതും കൂടി പറയാം. ഈ ലോട്ടറി, ഇപ്പോഴത്തുള്ള ലോട്ടറി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇപ്പോഴും നല്ല എക്കാലവും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല സോഴ്സ് പൈസ വരുന്ന ഗവൺമെന്റിനെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവമാണ് കേരള ലോട്ടറി. പക്ഷേ നേരത്തെ കേരള ലോട്ടറി UDF ഗവൺമെന്റ് ഉള്ള സമയത്ത് കാരുണ്യ ലോട്ടറി ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ 20% പൈസ, ഞാൻ അങ്ങനെയാണ് ലോട്ടറി എടുത്ത് വാങ്ങുന്നത്, സാധാരണ പാവങ്ങൾക്ക് അസുഖത്തിന് ട്രീറ്റ് ചെയ്യാനും അവരുടെ അസുഖങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അല്ല പറയട്ടെ, ഒന്ന് പറഞ്ഞു അവസാനിക്കും. അതുകൊണ്ട് ആ കാരുണ്യ ലോട്ടറി നിർത്തിയത് കൊണ്ട് അതിന് പ്രതിഷേധമുണ്ട്. വീണ്ടും അത് തുടങ്ങി 20% പൈസ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി വീണ്ടും കാരുണ്യ ലോട്ടറി പുനരാരംഭിക്കണമെന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്. അതായത് 375 കോടി രൂപ വിറ്റ് വന്നപ്പോൾ അവർ കൊടുക്കുന്നത് 50 കോടിയിൽ താഴെയാണ് മൊത്തം കൊടുക്കുന്ന പ്രൈസുകൾ. അപ്പം അതുകൊണ്ട് ഇത് ലോട്ടറി നല്ലത് തന്നെയാണ്, പക്ഷെ കാരുണ്യ വീണ്ടും കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോട്ടറി അടിച്ച ആൾക്ക് കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ബിനോയ് കുറെ ലോട്ടറി എടുത്തു, അടിച്ചിട്ടില്ല. നോക്കുന്നു, അടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നോക്കാൻ പോകുന്നില്ല. അപ്പൊ ബേബിധരൻ കോയമ്പത്തൂരിൽ നിന്ന് വിളിക്കുന്നത്. ബേബിധരൻ കേൾക്കാമോ? പറയൂ. ബേബിധരൻ നാട്ടിൽ കോയമ്പത്തൂരുകാരനാണോ അതോ നമ്മുടെ? അല്ല, ഞാൻ പാലക്കാടുകാരനാണ്. പാലക്കാട് എവിടെ വീട്? പാലക്കാട് വടക്കഞ്ചേരിക്കാരനാണ്. അപ്പൊ കോയമ്പത്തൂർ ജോലിയാണ്? ജോലി സെറ്റിൽ ചെയ്തിട്ട് അവിടെ തന്നെയാണ് അല്ലെ? കുടുംബം ജോലി മാത്രമേ ഉള്ളൂ. ജോലിക്കായിട്ട് അങ്ങ് പോകും, വൈകുന്നേരം തിരിച്ചു വരുമോ? അത്രേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഇപ്പൊ കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ലോട്ടറി എടുത്തോ ശ്രീ ബേബിധരൻ? 5 എടുത്തിട്ടുണ്ട്. 5 എടുത്തു. നോക്കിയോ? പ്രൈസ് നോക്കിയോ? ഒരെണ്ണത്തിൽ ഒരു 500 രൂപയുണ്ട്. അപ്പൊ നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്കൊക്കെ ലോട്ടറി അടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു പൊതുവേദി പ്രേക്ഷകർ ഇനിയിപ്പോ ലോട്ടറി അടിക്കാതെ നിരാശരായി ഇരിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ഒരാൾക്ക് 500 അടിച്ചു, വേറൊരാൾക്ക് 500 അടിച്ചു. ഞങ്ങൾ 5 പേര് ചേർന്ന് 5 എടുത്താണ്. അത് ശരിയാ. അതിൽ ഒരെണ്ണത്തിൽ 500 രൂപയുണ്ട്. അപ്പൊ അതിലൊരു ഒരു 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 എന്റർടൈൻമെന്റ് പോലെ ഒരു പാർട്ടിസിപ്പേഷൻ. അപ്പൊ ലോട്ടറി ഫസ്റ്റ് കേട്ടപ്പോ സന്തോഷമായിരുന്നു. അപ്പൊ ഇത് ആദ്യമായിട്ടാണോ ലോട്ടറി അടിക്കുന്നത്? ബേബിധരൻ മുമ്പ് ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, അങ്ങനെയല്ല. എപ്പോഴൊക്കെ ഈ 500 ചിലപ്പോ 5000 ഒക്കെ അങ്ങനെ ഇടയ്ക്കൊക്കെ അടിക്കാറുണ്ട്. അപ്പൊ ഇടക്കിടക്ക് ഭാഗ്യം വരുന്ന ആളാണ്. അപ്പൊ ഒരു ദിവസം ബേബിധരൻ ഒരു വലിയ ലോട്ടറി അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ചിലപ്പോ അടിച്ചാൽ സന്തോഷം. അപ്പൊ എന്നെ മറക്കരുത് ആ ദിവസം. ഞാൻ ഈ പേര്, അങ്ങയുടെ പേരെന്തായാലും ഞാൻ ഓർത്തു വെക്കും. കാരണം പ്രത്യേകതരം പേര്, ഒരു വ്യത്യസ്തരായിട്ട് പേര്. ഞാനിത് ആദ്യം ആർക്കും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു പേര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു വെക്കും. അങ്ങനെ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. വടക്കഞ്ചേരിയിൽ വന്ന ബേബിധരൻ എന്ന് വെച്ചാൽ ആകെ പേര് അവിടെ ഒരാൾക്കേ ഉണ്ടാവുള്ളൂ അല്ലേ? ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ ഉണ്ടാവുള്ളൂ, ലക്ഷത്തിലെ കോടികളൊക്കെ ഉണ്ടാവുള്ളൂ തോന്നുന്നു. അപ്പൊ വടക്കഞ്ചേരിയിൽ എന്തായാലും ഒരാൾക്കേ ഉള്ളൂ. ഞാൻ സ്ഥിരം പോകുന്ന വഴിയാണ്. പിന്നെന്താ. അപ്പൊ നമുക്ക് കോയമ്പത്തൂർ എന്താ ചെയ്യുന്നത്? ഞാൻ ഗോൾഡ് വർക്കാണ്. അപ്പൊ മൊത്തത്തിൽ ഭാഗ്യം, സ്വർണം ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, താങ്ക് യു ബേബിധരൻ. അപ്പൊ ബേബിധരന് 500 രൂപ അടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിഘ്നേശ്വരിക്ക് 500 രൂപ അടിച്ചു. അപ്പൊ പൊതുവേദി പ്രേക്ഷകർക്കൊക്കെ ലോട്ടറി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലോട്ടറി അടിക്കാൻ പൊതുവേദി കണ്ടാൽ മതിയോ എന്നറിയില്ല. ഓക്കെ, അപ്പോൾ ജബ എന്നോട് പറയുന്ന നമ്പർ 1 അഴിമതിയാണ് ലോട്ടറി. അതെന്താ ജബ അങ്ങനെ പറയുന്നത്? ഡഫർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി റിസൾട്ട് നോക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇഷാദ് ഒസിൽ. എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ മറ്റ് പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത്. കോന്നിയിൽ നിന്ന് കിഷോർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ന്യൂ തിങ്കർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സർക്കാർ ഈ പ്രവണത നല്ലവണ്ണം മുതലാക്കുന്നു, വല്ലപ്പോഴും എടുക്കുന്നതിൽ തെറ്റില്ല എന്നും എടുക്കുന്നതും ഒരുപാട് ടിക്കറ്റ് ഒരുമിച്ച് വാങ്ങും, ഇതൊന്നും ശരിയായ രീതിയല്ല എന്ന് എന്നോട് ന്യൂ തിങ്കർ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ന്യൂ തിങ്കർ നമ്മുടെ രമേഷ് കുമാറല്ലേ? അപ്പോൾ
ലക്ഷക്കണക്കിന് വികലാംഗർ ഭിന്നശേഷിക്കാർ താഴേക്കിടയിലുള്ള പാവപ്പെട്ടവരുടെ ഒരു ജീവിത മാർഗ്ഗമാണ് കനകസിംഹാസനത്തിലിരുന്ന് ലക്ഷങ്ങൾ വരുമാനമുള്ളവർ ഈ ലോട്ടറിയെ പുച്ഛിക്കരുത്, ഇതിൻ്റെ പേര് തന്നെ നറുക്കെടുപ്പ് എന്നാണ് ദിലീപ് കുമാർ പറയുന്നത്. അത് സാധാരണക്കാരൻ പല ആളുകളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. അപ്പം നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ഷൈല ജാസ്മിൻ ഉണ്ട്. ഷൈല ജാസ്മിൻ പഞ്ചായത്ത് മെമ്പറാണ്, എനിക്കറിയാം. അപ്പം ലോട്ടറി എടുത്തിട്ടുണ്ടോ ഷൈല? ഞാന് ലോട്ടറി അങ്ങനെ എടുക്കാറില്ല, എങ്കിൽ പോലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഒരുപാട് പേരുടെ വരുമാന മാർഗമാണ്. മാത്രമല്ല ഇതിനകത്തൊരു കാര്യമുള്ള നമ്മുടെ സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്ന് തന്നെയാണ് ലോട്ടറി എന്ന് പറയുന്നത്. ഷൈല ജാസ്മിൻ ഒരു CPM കാര്യമാണ് അല്ലേ? എന്നോട് പറഞ്ഞു. അല്ല ഒരിക്കലല്ല, ഞാൻ കോൺഗ്രസ്സുകാരിയാണ്. പക്ഷേ സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കൂടെ സർക്കാരാണ്. ഞാനൊരു പക്ക കോൺഗ്രസ്സുകാരിയാണ്, ഒരു കോൺഗ്രസിന്റെ മെമ്പർ കൂടിയാണ്. അതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട് ആ കാര്യത്തില്. പക്ഷെ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മുടെ സർക്കാരിന് വരുമാനം വേണമല്ലോ. ഈ കൈച്ചിഹ്നത്തിലാണ് തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. അതെ അതെ, ഇപ്പൊ തെരഞ്ഞെടുപ്പിന് അതെ ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവല്ലേ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കോ? അവിടെ ഏത് വാർഡിലാണ് ഷൈല ജാസ്മിൻ? ജയിക്കണേ. ഞാൻ പനവൂര് യസൻപുരം വാർഡ് ആണ്. യസൻപുരം വാർഡ്. അപ്പൊ യസൻപുരം വാർഡിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കാം, ഈ ഷൈലയുടെ അവിടുത്തെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ചോദിക്കാം. അവിടെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ? ജനങ്ങൾക്ക് വേണ്ട സഹായമൊക്കെ ചെയ്യുന്നുണ്ടോ? കുഴപ്പമില്ല, എന്നെ കൊണ്ട് കഴിയുന്ന തരത്തോളം ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ കേരള സർക്കാരിന്റെ ഏറ്റവും നല്ല വരുമാന മാർഗങ്ങളിൽ ഒന്നാണ്. അപ്പൊ എനിക്ക് ഒരു പരിഭവം അതിനകത്തുള്ളത്, പിന്നെ നമ്മുടെ കാരുണ്യ ലോട്ടറി ഇപ്പൊ ഇല്ലല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്കും അത്താണികൾക്ക് നമ്മുടെ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചെലവഴിച്ചു കൊണ്ടിരുന്ന ഒരു വരുമാന മാർഗമായിരുന്നു ഈ കാരുണ്യ ലോട്ടറി എന്ന് പറയുന്നത്. പക്ഷെ അത് ഈ കാരുണ്യ ലോട്ടറി ക്യാൻസൽ ചെയ്തതിനോട് ഒരു ചെറിയ പരിഭവമുണ്ട്. പിന്നെ നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ബിവറേജസ് കോർപ്പറേഷനിലെ പോലെ ഒരു വരുമാന മാർഗം നമ്മുടെ സർക്കാരിന് നേടിക്കൊടുക്കുന്ന ഒരു മേഖല തന്നെയാണ് ലോട്ടറി. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോലും ഒരുപാട് പേര് ഇത് ലോട്ടറി എടുത്ത് ഇപ്പൊ 10-20 ലോട്ടറി എടുത്ത് കടം കയറുന്നു. വലിയ സാമ്പത്തിക കാരണം അതിനകത്തൊരു കാരണം ഇതൊരു അഡിക്ഷനായി നമ്മൾ കൊണ്ടു നടക്കരുത്. നമുക്ക് ഏത് മേഖലയിലും നമുക്കത് നന്നായിട്ട് ഉപയോഗിക്കാം. ഞാൻ നേരത്തെയൊക്കെ പല ചർച്ചകളിലും പങ്കെടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതൊരു ചില ആൾക്കാർക്ക് ഇതൊരു അഡിക്ഷനാണ്, മനസ്സിലായില്ല. അങ്ങനെ ഒരു അഡിക്ഷൻ ആവാതെ നമ്മുടെ ലോട്ടറി ഇതൊരു ബിസിനസ് മേഖലയും കൂടെ അല്ലേ. അപ്പൊ അത് അതെ നോക്കിയും കണ്ട് തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ചെടുക്കുക. അത് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ അത് ചെലവഴിക്കുക. നമ്മുടെ വരുമാനം കുറയും, അതനുസരിച്ച് നമ്മൾ കിട്ടുന്നതെല്ലാം കൊണ്ട് നമ്മൾ ബിവറേജസ് കോർപ്പറേഷൻ കൊടുത്ത വീട് എങ്ങനെ കഴിഞ്ഞു പോകും എന്നതുപോലെ തന്നെയാണ് ഇതും. നമ്മുടെ സർക്കാരിന്റെ വരുമാന മാർഗങ്ങളൊന്നാണ്. പിന്നെ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ലഹരിയായിട്ട് അങ്ങ് മാറിയിട്ടുണ്ട്. ഇത് എടുക്കുന്ന കിട്ടുന്ന ആളെ കിട്ടുന്നവരുണ്ട്, കിട്ടുന്നവർക്ക് ഭാഗ്യമാണ്. ഒരുപാട് പേർക്ക് കാരണം ജോലി ചെയ്യാൻ ശാരീരികപരമായിട്ട് പറ്റാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ചെറിയൊരു വരുമാനം കിട്ടുന്ന ഒരു മാർഗവും കൂടി തന്നെയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ പൊതുവേദിയിൽ ഉള്ളൊരു മെമ്പർ കൂടിയാണ്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. ഓക്കെ, അപ്പോൾ ഗിരിജ എന്നോടൊപ്പം ചേരുന്ന ഇടുക്കിയിൽ നിന്നാണ്. ശ്രീമതി ഗിരിജ. ഓക്കെ, ദിവാകരൻ എന്നോടൊപ്പം ചേരുന്ന തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ദിവാകരൻ, ലോട്ടറി എടുത്താ? ലോട്ടറി ശ്രീ ദിവാകരൻ ലോട്ടറി എടുത്തോ? ലോട്ടറി ഞാൻ എപ്പോഴും എടുക്കുന്നുണ്ട്. ഇത്തവണ എടുത്തോ? ഓണം ബമ്പർ എടുത്തോ? ഇല്ല സാറേ, ലോട്ടറി എടുത്തിട്ടില്ല. ഓക്കെ, അമിതമായ അമൃതം വിഷം. അപ്പൊ നോക്കിയും കണ്ടും എടുക്കണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ ശശിധരൻ എന്നോടൊപ്പം ചേരുന്ന വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, ഈ ഓണം ബമ്പർ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ശശിധരൻ? എന്റെ അമ്മോ, ഈ പൊതുവേ ഇന്ന് പൊതുവേ തുടങ്ങിയിട്ട് ഇത്രയും കാത്തിരുന്ന ഒരു ദിവസം ഉണ്ടായിട്ടില്ല. എന്റെ അമ്മ ഒരുപാട് സമയം. അല്ല, അങ്ങ് ഈ എല്ലാ ദിവസവും ഈ ഞാൻ കാത്തിരുന്നു എന്ന് പറയുന്നത് ആളുകൾ പറയുന്നത് അങ്ങും കൂടി കേൾക്കണ്ടേ? അങ്ങ് പറയുന്നത് മറ്റുള്ളവർ കേട്ടാൽ എങ്ങനെയാ? അങ്ങ് മറ്റുള്ളവർ പറയുന്നത് അങ്ങേയും കൂടി കേൾക്കണം. അല്ല, എനിക്ക് മുമ്പ് ഒരുപാട് പേര് ഒരുപാട് പേര് പറയുന്നത് ഈ പൊതുവേദിയിലെ കാര്യങ്ങളല്ലേ, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കല്ലേ. അപ്പൊ മറ്റാരും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല, എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്ന് പറയുന്നത് എന്താണ്? എന്റെ ശശിധരൻ, അങ്ങ് ഈ പൊതുവേദിയിലെ സ്ഥിരം പ്രേക്ഷകനാണ്, മുതിർന്ന അംഗമാണ്, അതൊക്കെ ആയിട്ട് അങ്ങക്ക് ഏതായാലും അങ്ങ് ഇപ്പൊ ലോട്ടറി എടുത്തോ? 50 രൂപ കൊടുത്ത് 500 ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. 50 രൂപ കൊടുത്ത് 500 രൂപ ടിക്കറ്റ്? അതായത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഞാൻ മോനോട് പറഞ്ഞു, മോനാണ് കൂടുതൽ എടുക്കാറുള്ളത് വല്ലപ്പോഴും. ഞാൻ എന്നോട് പറഞ്ഞടാ 50 രൂപ ടിക്കറ്റ് എടുക്കുക, അടിക്കുകയാണെങ്കിൽ പ്രൈസ് കിട്ടിയാൽ മാത്രമേ ബമ്പർ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ 50 അടിച്ചപ്പോ 200 കിട്ടി. 200 എടുത്തപ്പോഴത്തേ ഒരു 500 കിട്ടി, അതേ ഒരു ടിക്കറ്റിന്.
ആ 500 ടിക്കറ്റ് അത് പ്രൈസ് കൊണ്ട് ലോട്ടറി എടുത്തു. തമാർപ്പാടാറ് എല്ലാം തീർന്നു. ഇടപാട് തീർന്നു. ഇന്നത്തെ കൊണ്ട് ആ ലോട്ടറിയുടെ തുക തീർന്നു. കാരണം 1 മാസമായി ഇത് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ടിക്കറ്റ് ഒരു കാര്യത്തിൽ സന്തോഷിക്കാം. 75 ലക്ഷം ആളുകളിൽ ഒരു 70 ലക്ഷം ആളുകൾക്ക് നഷ്ടമാണല്ലോ. അപ്പൊ ഒരു 70 ലക്ഷം ആളുകൾക്ക് 500 വെച്ച് പോയപ്പോൾ അങ്ങേക്ക് 50 രൂപയെ പോയിട്ടുള്ളൂ കേട്ടോ. അതാണ്. അത് മനു വേറെ കാര്യം പറയട്ടെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ 75 ലക്ഷം പേരില് ഒരാൾ ഞാനായിരിക്കും എന്ന് വിചാരിക്കുന്നതല്ലേ വീട്ടിൽ തരാം. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. ശരി, അപ്പൊ കുഴപ്പമില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു അങ്ങേക്ക് ഭാഗ്യം അങ്ങേ മാടി വിളിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ മറ്റൊരു പ്രേക്ഷക കൂടിയുണ്ട്, മീനാക്ഷി എന്നോടൊപ്പം ചേർന്ന് കൊല്ലത്ത് നിന്നാണ്. മീനാക്ഷി കേൾക്കാമോ? ചെറിയ പ്രൈസുകൾ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ ശ്രീമതി മീനാക്ഷി എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്നാണ്. ശ്രീമതി മീനാക്ഷി കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ശ്രീമതി മീനാക്ഷി എത്ര ലോട്ടറി എടുത്തു? ഞാൻ 2 എടുത്തിരുന്നു. 2 അടിക്കുമെന്നാണോ പ്രതീക്ഷിച്ചത്? പ്രതീക്ഷിച്ചിരുന്നു, പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥിച്ചു. ഏത് ദൈവത്തോടാ പ്രാർത്ഥിച്ചത്? കൃഷ്ണനോട്. അത് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചു. പൂജാ റൂമില് കൃഷ്ണന്റെ അരികെ കൊണ്ട് വെക്കും എല്ലാ വർഷവും എടുത്തിട്ട്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്ത് കൊണ്ട് കൊടുത്തു, ലോട്ടറി എന്നെ അടിപ്പിക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? കൃഷ്ണൻ ആ ചെവിയെ കേട്ടു, ഈ ചെവിയെ കളഞ്ഞു. കൃഷ്ണൻ കള്ളകൃഷ്ണൻ ഒരു ചെവിയെ കേട്ടു, മറു ചെവിയെ കളഞ്ഞു. അത് അയ്യോ. അപ്പൊ 2 ടിക്കറ്റും അടിച്ചില്ല, ഒരു പൈസയും കിട്ടിയില്ല? ഇല്ല, അത് 27-ാം തീയതി റിസൾട്ട് ഡേറ്റ് മാറ്റി വെച്ചല്ലോ. അപ്പൊ പിന്നെ ഒന്നുകൂടി എടുത്തു. അതെയോ? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഈ ബമ്പർ മാത്രമല്ല, അല്ലാത്ത ടിക്കറ്റ് ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ ഇതുവരെ ലോട്ടറി അടിച്ചിട്ടുണ്ടോ മീനാക്ഷിക്ക്? 5000 ഒക്കെ അടിച്ചിട്ടുണ്ട്. 500. ഭാഗ്യം അങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ട് അല്ലേ? ഞാൻ വിചാരിക്കും ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ PSC എഴുതിയിട്ട് ജോലി കിട്ടുന്നില്ല, UP എഴുതിയിട്ട് കിട്ടുന്നില്ല, LP ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ പൈസ കൊടുത്തിട്ടെങ്കിലും കയറാമല്ലോ. എന്റെ അമ്മേ. അപ്പൊ ജോലിയാണ് ലക്ഷ്യം. ജോലി കിട്ടാത്തതിന്റെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള. പക്ഷെ ഇപ്പൊ മീനാക്ഷിക്ക് അതിപ്പോ ഇത് ഏജ് ഓവർ ഒന്നും ആയിട്ടില്ലല്ലോ, സമയം ആകുന്നല്ലേ ഉള്ളൂ എഴുതാൻ. പക്ഷെ എന്റെ സിസ്റ്ററിനും ബ്രദറിനും ഒക്കെ ജോലിയായി PSC എഴുതിയിട്ട്. അപ്പൊ അവരൊക്കെ നമ്മളെ കാണുമ്പോ നമ്മളോട് പറയും മന്ദബുദ്ധി, മരമണ്ടി, നീ പഠിക്കില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ ആ വിഷമത്തിലാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ ലോട്ടറി കൊണ്ട് കൊടുത്ത് ഒരു സ്കൂളിൽ ജോലി വാങ്ങിച്ച സ്വന്തം കാറിൽ അവരുടെ മുന്നിലൂടെ ഒന്ന് വിലസാം എന്ന് കരുതിയതാണ് അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഹസ്ബൻഡ് മുമ്പിലെങ്കിലും നമുക്കൊന്ന് പോസ് കാണിക്കാമല്ലോ. അപ്പൊ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? അധ്യാപകനാണോ? അദ്ദേഹം കൺസ്ട്രക്ഷൻ വർക്കാണ്. കൺസ്ട്രക്ഷൻ ജോലിക്കാരനാണ്. പുറത്തായിരുന്നു, വന്നു. ഇപ്പൊ വന്നിട്ട് പുറത്തെന്ന് പറഞ്ഞാൽ ഗൾഫിലായിരുന്നു? അതെ അതെ. അപ്പൊ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, പ്രവാസിയാണ്. അതുമല്ല ഇവിടെ PSC എക്സാം ഒക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരനും കുഞ്ഞുങ്ങളും കൂടെ എന്റെ അപ്പൊ എഴുതിയിട്ട് വരുമ്പോൾ ചോദിക്കും ഇപ്രാവശ്യം എങ്കിലും കിട്ടുമോ, ജയിക്കുമോന്നൊക്കെ. അപ്പൊ എല്ലാവരും ഒരു ജോലി കിട്ടാത്തതിൽ മീനാക്ഷിയോട് ഒരു ഇത് പോരാ, ഒരു വെയിറ്റ് പോരാ. എല്ലാവരും ഒന്നും ഒരു അതക്രതയെ പോലെയാണ് കാണുന്നത് അല്ലേ? അങ്ങനെ കാണില്ല. പക്ഷെ എന്നാലും ഒരു ബുദ്ധി പോരാ, ഈ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയുണ്ടോ? അല്ല, നമ്മള് പൊതുവെ ഞാന് കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞു, അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഒരുപാട് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ട് ആക്ച്വലി എനിക്ക് പറ്റിയത് എന്താണെന്നറിയോ സാറേ? എനിക്കിപ്പോ ഇത് കേൾക്കുന്ന ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി കിട്ടി. അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കിട്ടിയല്ലോ, ഇനി മുന്നോട്ട് പോകാൻ ഇത് മതി എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. എന്റെ ഉഴപ്പായിരുന്നു അത്. പക്ഷെ അങ്ങനെ പാടില്ലായിരുന്നു. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്ത് ഞാൻ ബുദ്ധി പ്രയോഗിച്ച് പഠിക്കേണ്ടതായിരുന്നു ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി. ഞാൻ തന്നെ എന്റെ ടൈം വേസ്റ്റ് ചെയ്തതാ. കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ സാറേ? എനിക്ക് സ്വയം മടിയുണ്ട്, പക്ഷെ ഞാനത് മറച്ചു വെച്ചിട്ട് കുഞ്ഞുങ്ങളെ നോക്കണം, എനിക്ക് പോകാൻ പറ്റില്ല, ഇതൊക്കെ ചെറിയ ചെറിയ എക്സ്ക്യൂസുകൾ വെച്ചിട്ട് അത് വലുതാക്കി പെരുപ്പിച്ചു. ഞാൻ തന്നെ എന്റെ ഭാവി തൊലച്ചു. കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? മോളിപ്പോ 3ാം സ്റ്റാൻഡേർഡിലായി, മോനെ 6ാം ക്ലാസ്സിലായി. അപ്പൊ 2 കുഞ്ഞുങ്ങൾ ചെറിയ കുട്ടികളാണ്. മീനാക്ഷി പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, അമ്മയ്ക്ക് കുഞ്ഞിന്റെ കാര്യം നോക്കാൻ കുറച്ച് സമയം വേണം. എങ്കിലും മീനാക്ഷി നൽകുന്ന ആ സന്ദേശം വളരെ വലുതാണ്. കാരണം നമ്മൾ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രയത്നം നടത്തണം എന്നാണ് കേരളത്തിലെ സ്ത്രീകളോട് മീനാക്ഷി തന്റെ സ്വന്തം അതെ സാറേ, നമുക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി പെൺകുട്ടിയിലും ആൺകുട്ടിയിലും അത്യാവശ്യമാണ്. അതൊരു സ്വർഗ തുല്യായ ജീവിതമാണെന്നാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ശമ്പളം മേടിക്കുക, അതുകൊണ്ട് ഒരു ചെറിയ സോപ്പെങ്കിലും മേടിച്ച് നമുക്ക് നമ്മുടെ വസ്ത്രങ്ങൾ കഴുകാൻ പറ്റുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പൊ അതൊരു
ഒരു നല്ലൊരു അഭിപ്രായമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ സ്ത്രീകളൊക്കെ അത് അതാ ഈ കേൾക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, പിന്നീട് വിവാഹമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ വർക്കൊക്കെ വേറെ ലെവലായിരിക്കും. കാരണം കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് മാറും, ആ ശ്രദ്ധ എല്ലാം പോകും. പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കുക, ജോലി വാങ്ങിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, പിന്നെ മറ്റു കാര്യങ്ങൾ രണ്ടാമത് ആലോചിച്ചാൽ മതി. ആദ്യം ജോലിയാണ്, അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല വിവാഹബന്ധം കിട്ടും. എല്ലാം ഭാവി സൂപ്പർ ആവണമെങ്കിൽ ജോലി ജോലിക്ക് വേണ്ടി ശ്രമിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഭർത്താവിന്റെ പേരെന്താ മീനാക്ഷി? കേൾക്കുന്നുണ്ടോ? അദ്ദേഹം കേൾക്കില്ല, അദ്ദേഹം പുറത്താണ്. ആ അപ്പൊ ഏതായാലും ഭർത്താവിന്റെ പേരെന്താന്ന് പറഞ്ഞ്? അനിൽ. അപ്പൊ അനിലിനും മീനാക്ഷിക്കും ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് ലോട്ടറിയും പ്രതീക്ഷിക്കാം. അപ്പൊ ഒരു കഠിനാധ്വാനവും മറുവശത്ത് ജോലി കിട്ടാനായി നടത്താം അല്ലേ? ഓക്കെ, താങ്ക് യു മീനാക്ഷി. അപ്പോൾ മീനാക്ഷി ജോലി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ജോലി ഇപ്പോൾ സ്വകാര്യ ഏതെങ്കിലും സ്കൂളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിലൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയൊക്കെ ഈ പണം ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാകുക എന്നതാണ് എന്ന് മീനാക്ഷി പറയുമ്പോൾ അത് ഒരു വലിയ അളവ് വരെ അതൊരു സത്യസന്ധമായൊരു കാര്യവുമാണ്. അപ്പോൾ എൻ്റെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് നമ്മുടെ സന്തോഷാണ്, കാസർഗോഡ് നിന്ന്. സന്തോഷേ എളരിക്കുണ്ടിൽ നിന്നാണോ അതോ തൃക്കരിപ്പൂരിൽ നിന്നാണോ അതോ ചെറുവത്തൂരിൽ നിന്നാണോ? ചെറുവത്തൂർ സന്തോഷാണ്. അപ്പോൾ സന്തോഷം ലോട്ടറി എടുത്തിരുന്നു? എന്നിട്ടോ? ഒരു 1.5 മാസം മുമ്പ് എടുത്തു. നമുക്ക് സ്വപ്നം കാണാലോ സാറേ. നേരത്തെ എടുത്ത് തലേനെ അടിയിൽ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ സ്വപ്നം കാണാം. കുറെ എസ്റ്റേറ്റുകൾ മേടിക്കാം, പല രാജ്യങ്ങളിലും പോവാം. അപ്പൊ സ്വപ്നം കാണാൻ 500 രൂപ ചെലവുള്ളൂ, സ്വപ്നത്തിൽ രാജാവാകാം. 500 രൂപ ചെലവുള്ളൂ, നമുക്ക് വിദേശ രാജ്യങ്ങളിൽ വരെ പോവാം സ്വപ്നം കണ്ട്. ഈ 1.5 മാസം നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കാം. ഈ ഇന്നത്തെ ദിവസം 4-ാം തീയതി 2 മണിക്ക് ശേഷം നമുക്ക് അടിക്കേണ്ട ആവശ്യമുള്ളൂ. 1.5 മാസം ടെൻഷൻ വേണ്ട. ശരി, അപ്പൊ അത് അടിക്കാത്തതിൽ നിരാശയുണ്ടോ? ഒരു നിരാശയില്ല. ഇത് നമുക്കുള്ളത് സാറേ, നമുക്കുള്ളതാണെങ്കിൽ ഒന്നെടുത്താൽ വരും. അപ്പൊ നമുക്കിനി അടുത്ത പൂജാ ബമ്പറോ എന്തെങ്കിലും നോക്കാം അല്ലേ? അല്ല, നമുക്ക് ഇനി 10-15 എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ ഒരു ലോട്ടറി എടുത്ത ഭാഗ്യം ഉണ്ടോ അത് വരും. പിന്നെ ഈ നാക്ക് പൊന്നാട്ടെ എന്നൊന്നും പറഞ്ഞ് അംഗീകരിച്ചേക്കല്ലേ, പോറ്റി കണ്ടാ വെട്ടിയെടുത്തോണ്ടോ. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ രവീന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നത് കൊടുവള്ളിയിൽ നിന്നാണ്. രവീന്ദ്രൻ കേൾക്കാമോ? ഓക്കെ, തിരുപ്പൂരിൽ നിന്ന് എന്നോടൊപ്പം രാജൻ ചേരുന്നുണ്ട് കേട്ടോ. ശ്രീ രാജൻ തിരുപ്പൂരിൽ നിന്നാണ് വിളിക്കുന്നല്ലേ? ശ്രീ രാജൻ. അതെ ഏട്ടാ. അപ്പൊ രാജൻ തിരുപ്പൂരിൽ സ്ഥിരതാമസമാക്കിയോ അതോ വന്ന് നാട്ടിലുള്ള പാലക്കാടുകാരനോ മറ്റോ ആണോ? അല്ല, നാളെ വല്ലപ്പോഴൊക്കെ അമ്പലത്തിലൊക്കെ വരുന്നവരാ. ഞങ്ങള് പാലക്കാട്ടില്. എവിടെയാ പാലക്കാട് വീട്? അല്ല, പാലക്കാട്ടില് ഞങ്ങള് മീൻകൊത്തി അമ്പലത്തിൽ വരുന്നവര്. അത് ശരി. തിരുപ്പൂരുകാരനാണല്ലേ? ശ്രീ രാജൻ തിരുപ്പൂരുകാരനാണ് അതോ മലയാളിയാണോ? മലയാളിയാണ്. ഞങ്ങൾ ഇടുക്കി. ഇടുക്കിയിൽ നിന്ന് തിരുപ്പൂര് വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങി. തിരുപ്പൂര് ഇവിടെ തിരുപ്പൂരില് താമസിക്കാം. എന്താണ് അവിടെ വേല? എന്താണ് ജോലി? എന്താണ് അവിടെ? ബനിയൻ കമ്പനിയിലെ. ബനിയൻ കമ്പനി. തിരുപ്പൂര് ധാരാളം ബനിയൻ കമ്പനി ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇഷ്ടംപോലെ ബനിയനൊക്കെ കിട്ടും അല്ലേ രാജന്? അതെ. എക്സ്പോർട്ട് ക്വാളിറ്റി ബനിയനാണ് അവിടെ ധാരാളം ഉള്ളത്. അപ്പൊ അതൊക്കെ ഇഷ്ടമാണ് നടക്കുന്നത് അല്ലേ? അപ്പൊ ലോട്ടറി എടുത്തോ ശ്രീ രാജൻ? ഞങ്ങള് എടുത്തായിരുന്നു. ഞങ്ങള് ഇപ്പോ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് മീൻകൊത്തി അമ്പലം, അവിടെ ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങിയ വേളയിൽ ഒരു ലോട്ടറി എടുത്തു അല്ലേ? ഒരു ലോട്ടറി വാങ്ങിച്ചായിരുന്നു. എന്നിട്ടോ? അത് ഫസ്റ്റ് പ്രൈസ് ഒന്നും വീണില്ല. മറ്റേ പ്രൈസ് ഒന്നും നോക്കില്ല. മറ്റേ സെക്കൻഡ് പ്രൈസോ ഒന്നും നോക്കില്ല ഇതുവരെ. ഏതായാലും ഫസ്റ്റ് പ്രൈസ് ഇല്ല. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് പ്രൈസ് ഇല്ലെന്നേ ഉള്ളൂ. അതെ. അതൊന്നും വീണില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളപ്പില എടുക്കുന്നുണ്ട്. പാലക്കാട്, വാളയാറ് അവിടെയൊക്കെ വന്ന് എടുക്കുന്നുണ്ട് ലോട്ടറിയൊക്കെ. ഓഹോ, അപ്പൊ രാജൻ ഒരു വലിയ പ്രതീക്ഷയിലാണ്. ഒരു ദിവസം ലോട്ടറി അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അടിച്ചാൽ എന്ത് ചെയ്യും? ഒരു ബനിയൻ കമ്പനി തുടങ്ങും? എന്താ ചെയ്യാ? അങ്ങനെയല്ല, നമ്മുടെ കുടുംബത്തില് എന്താ ആവശ്യമുണ്ടോ അത് നമ്മൾ കാര്യം നടത്തി കൊടുക്കും. പിന്നെ ഞങ്ങള് ക്ഷേത്രത്തിലൊക്കെ കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ കുടുംബാംഗങ്ങളെയൊക്കെ സഹായിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. വീടൊക്കെ ഉണ്ടോ അതോ വീട് വാങ്ങിക്കണോ? വീടുണ്ട്. വീട് വാങ്ങിക്കണ്ട. വീടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് മേടിക്കാനില്ല. പിന്നെ എന്താണ് അപ്പൊ വീടുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ജോലിയുണ്ട്. ഇനിയിപ്പോ ലോട്ടറിയുടെ ആവശ്യം എന്താണ് അപ്പൊ രാജൻ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് അടിക്കൂന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് നമ്മൾ എടുത്തില്ല. അത് അതിലും നമ്മളൊന്ന് പങ്കെടുക്കുക. ഭാഗ്യം കിട്ടിയാ കിട്ടട്ടെ അല്ലേ?
അതെ അതെ, നമ്മൾ എല്ലാരും കൂടെ എടുക്കുന്ന നമ്മൾ ഇതുവരെ 50 രൂപ ടിക്കറ്റും 200 രൂപ 100 രൂപ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 500, 2000, 5000 ഒക്കെ അടിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ സ്ഥിരമായി ലോട്ടറി അടിക്കുന്ന ആളാണ് രാജൻ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. നമ്മള് ഏതായാലും കേരളം മറക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കേരളത്തിൽ ഇടക്കിടക്ക് പോവും, അമ്പലങ്ങളിൽ പോവും, ഇറങ്ങുന്ന സമയത്ത് ലോട്ടറി എടുക്കും. 2000, 3000, 5000 ഒക്കെ അടിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ കൈവിട്ടിട്ടില്ല അല്ലേ? ദേവിയാണോ പ്രധാന വിശ്വാസം? അല്ല, മാസത്തിന് ഒരു പ്രാവശ്യം പോകും ഇടയ്ക്കൊക്കെ. ചുമ്മാ ലീവാണ്, കമ്പനി ലീവാണെങ്കിൽ പോകും അങ്ങോട്ട്. പോയിട്ട് ശരി വെറുതെ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് ലോട്ടറി ഒക്കെ എടുത്തിട്ട് വരും. ശരി. അപ്പൊ ഏതായാലും അപ്പോൾ ലോട്ടറി ഞാൻ പല ആളുകളോടും പറയുന്നു, ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ പൊതുവേദിയെ മറക്കരുത്. അപ്പോൾ എനിക്ക് മുട്ടായൊക്കെ അയച്ചു തരണം. നമുക്ക് ഇനി ലോട്ടറി അടിച്ചാൽ പൊതുവേദിയിൽ അറിയിക്കുകയും വേണം കേട്ടോ. ശരി. ഓക്കെ, താങ്ക് യു. ഏതായാലും തിരുപ്പൂരിൽ നിന്ന് രാജൻ ലോട്ടറി എടുത്തു. 1ാം സമ്മാനം കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ, മറ്റു സമ്മാനങ്ങൾ നോക്കുന്നേ ഉള്ളൂ. ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുള്ള ആളാണ്, പലതവണ അടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ബാലകൃഷ്ണൻ വടകര വിളിക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ വടകര ലോട്ടറി മറ്റോ അടിച്ചോ? ശ്രീ ബാലകൃഷ്ണൻ വടകര. നമസ്കാരം. നമസ്കാരം. ലോട്ടറി എന്തെങ്കിലും അടിച്ചോ ബാലകൃഷ്ണൻ വടകര? എടുക്കാറില്ല. ശരി. അപ്പോൾ പിന്നെ ഞാൻ ഇനി കൂടുതൽ അതിൽ പ്രതികരിച്ചിട്ട് കാര്യമില്ലാന്ന് ഞാനിത് എടുക്കുന്ന ആളുകളുടെ ഒരു പ്രതികരണമാണ് പ്രധാനമായി തേടുന്നത്. ഓക്കെ, അപ്പോൾ ശിവദാസൻ ബാലരാമപുരം എന്നോടൊപ്പം ഉണ്ട്. ശിവദാസൻ ബാലരാമപുരത്തിന് ലോട്ടറി പ്രതീക്ഷ ഉണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം സാറ് പൊതുവെ ഒരു ദിവസം കൊണ്ട് ഞാൻ പറയുന്നത് സാറ് കട്ട് ചെയ്യാറുണ്ട്. ദയവ് ചെയ്ത് എനിക്ക് ഒന്ന് സമയം തരണം പ്ലീസ്. അതായത് സാറ് ഞാൻ ലോട്ടറി എടുക്കാറില്ലായിരുന്നു. ഞാൻ ലോട്ടറി എടുക്കുന്നവരുടെ കാര്യമാണ് നമ്മൾ ചർച്ച ഞാൻ എടുത്ത് പറഞ്ഞ 2021 മുതൽ ലോട്ടറി എടുത്ത ആളാണ് ഞാൻ. കാരണം ഇപ്പോൾ ഞാൻ 4 ലോട്ടറി എടുത്തു. കാരണം ഒരാള് മുടവപ്പാറ ചായ കുടിക്കാൻ പോയപ്പോൾ അദ്ദേഹം അവിടെ കവന്ന് അത് സുഖമില്ലാതെ വിടുന്നു. 4 ലോട്ടറി ഉണ്ട്, 500 4 ഉണ്ട്. ബാക്കിയുള്ള ഒരു ലോട്ടറി ഉണ്ടായിരുന്നു. ഒരു വണ്ടി പിടിച്ച് ഞാൻ അദ്ദേഹത്തെ എല്ലാം കൂടി പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഇവിടെ കളെ കൊണ്ടുപോയി. ആ 4 ലോട്ടറി ഞാൻ എടുത്തു. ഞാൻ നോക്കിയില്ല, അടിച്ചാൽ ഞാൻ നോക്കിയിട്ടില്ല, ഇപ്പോഴും നോക്കിയിട്ടില്ല സാറേ. അപ്പൊ ലോട്ടറി അടിച്ച് ഞങ്ങളിപ്പോ ഭാഗ്യാന്വേഷിച്ച് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ബാലരാമപുരം, ഞാൻ നേരെ ബാലരാമപുരത്തേക്ക് വരും കേട്ടോ. സാറ് പറഞ്ഞേ അതുപോലെ തന്നെ 2021 വന്നാൽ എന്ത് തരും എനിക്ക്? സാറിന് എന്താ ഞാൻ തരേണ്ടത്? സാറിന് പകരം വെക്കുക എന്താ തരേണ്ടത്? സാർ ഇന്നാണ് സാറ് എല്ലാം ചോദിച്ചു. സാറിന് തരാൻ എന്റെ ഉള്ളത് സ്നേഹം, മനസാക്ഷി. 25 കോടി രൂപ ലോട്ടറി അടിച്ചാൽ എനിക്ക് സ്നേഹം അല്ല. വീണ്ടും പറയുന്നു, അടിച്ചാൽ എനിക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് ദൈവവിശ്വാസം ഇല്ല. എനിക്ക് അമ്മയും എന്റെ അച്ഛനും, എന്റെ അമ്മാണ് എന്റെ ദൈവം, അച്ഛനും. എന്റെ അമ്മ സത്യമാണ് അതിൽ 5% സാറിനെ തന്നിരിക്കും. ന്യൂസ് 8 എന്റെ അവതാരകനായ എന്റെ സാറിനെ തന്നിരിക്കും. അടിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാലോ എന്താ സംഭവിക്കാതെ. ഏതായാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മലയാളികൾക്ക് പൊതുവെ ഒരു പ്രതീക്ഷ ലോട്ടറിയിൽ ഉണ്ട് എന്നാണോ കരുതുന്നത്, ഇല്ല എന്നാണോ കരുതുന്നത്? 100%. കാരണം കുറെ ആൾക്കാര് ഇതിനു വേണ്ടി ജീവിക്കുന്നുണ്ട്. കാരണം ഈ അവസാനം ജോലി ചെയ്ത് 60-55 വയസ്സ് ആൾക്കാർ നിവൃത്തിയില്ലാതെ ജീവിക്കുന്നുണ്ട്. പിന്നെ അത് വെച്ച് ആൾക്കാർ എടുക്കുന്നുണ്ട്. പിന്നെ അടിക്കട്ടെ, എത്ര വെള്ളം അടിക്കുന്നമാര് ഒരു ക്വാർട്ടർ എടുത്താൽ 150 രൂപ പോവും, അല്ലെങ്കിൽ ഒരു പനി എടുത്താൽ 400 രൂപ പോവും. അതിൽ അങ്ങനെ ഞാൻ കഴിക്കുന്നില്ലല്ലോ, എനിക്ക് 2 എടുക്കാം. അങ്ങനെ ഏതായാലും മദ്യപിച്ചോ അങ്ങനെയൊന്നും പൈസ കളയുന്നില്ല. പോട്ടെ, ഇതൊരു വഴിക്ക് പോട്ടെ. ഏതായാലും സർക്കാർ സമയം നമുക്ക് എനിക്ക് ഇനിയില്ല. എന്താണെന്നറിയാമോ, എനിക്ക് ഇടവേള വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സന്തോഷം ഏതായാലും വിളിച്ചത്. അപ്പോൾ ലോട്ടറി അടിച്ച 5% എനിക്ക് തരാമെന്ന് പറഞ്ഞ കാര്യം പൊതുവേ പറഞ്ഞാണ്, അത് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ഇനി മാറ്റി പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സതി ബാബുരാജ് എന്നോട് ഇപ്പം ചേരുന്നു. നമസ്കാരം മനു. ദി ലാസ്റ്റ് 2 days you did not see my remarks. I don't take lottery, but my husband sometimes takes lottery. If handicapped man come. ഓക്കെ, അപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ആളുകൾ വരുമ്പോഴാണ് അത് ചെയ്യുന്നത്. ഈസ് മദർ ഓക്കെ? യെസ്, ഷീ ഈസ് ഡൂയിങ് പെർഫെക്റ്റ്ലി ഫൈൻ. അപ്പോൾ സതി ബാബുരാജ് നമ്മുടെ സ്ഥിരം പ്രേക്ഷക. അപ്പോൾ സ്ഥിരം പ്രേക്ഷകയായ സതി ബാബുരാജ് പറയുന്ന അവർ ലോട്ടറി എടുക്കാറില്ല. ഏതെങ്കിലും ഭിന്നശേഷിക്കാർ ആരെങ്കിലും വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ലോട്ടറി എടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇത്തവണ എടുത്തോന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ ഇപ്പം സ്ഥിരമായി വരുന്നില്ല. 2 ദിവസം കമൻറ്റ് വായിച്ചില്ലെന്ന് പറയുന്നത്. അതെന്താണെന്ന് അറിയില്ല. എനിക്കിവിടെ കാണുന്നൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതെന്നാണ്. ഷോർട്ട് ബ്രേക്ക് ദാ വന്നു. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല.
എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് ഗൗതം ചോദിക്കുന്നത് നമ്മൾ ബാലകൃഷ്ണൻ വടകരയെ പറ്റി കേട്ടോ. ബാലകൃഷ്ണൻ വടകരയ്ക്ക് അയാളെ വിഷമിപ്പിച്ചു, അങ്ങനെ വിഷമിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ സാവകാശം കൊടുത്തില്ല എന്നുള്ള. അപ്പോൾ ന്യൂസ് 18 പൊതുവേദി എടുത്താൽ ഏറ്റവും കൂടുതൽ ദിവസം അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരുപക്ഷെ ബാലകൃഷ്ണൻ വടകരയായിരിക്കാം. അത് ഡൊണാൾഡ് ട്രംപ് മുതൽ ഗോപൻ സ്വാമി വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലോട്ടറി എടുത്തവരും അതിൽ നിരാശരായവരും അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ലോട്ടറിയെക്കുറിച്ചൊക്കെ അഭിപ്രായമുണ്ട്. നമ്മളിപ്പോൾ ഈ ലോട്ടറി എടുത്ത് അത് സംബന്ധിച്ചൊക്കെയുള്ള ആളുകളുടെ അഭിപ്രായമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസം മറ്റുള്ള ആളുകൾക്കും കൂടി അവസരം കൊടുക്കണമെന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പൊതുവേദിയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്, അവരോട് നമ്മൾ അങ്ങേയറ്റം അവരോട് സന്തോഷം തന്നെ, സ്നേഹം തന്നെ. പക്ഷേ പല ആളുകളും നമ്മളോട് ഭയങ്കരമായി പരാതി പറയുന്നു, അവർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവർ ഇൻവോൾവ് ചെയ്തൊരു കാര്യത്തിൽ പോലും അവർക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ അതുകൊണ്ട് നമ്മൾ കൂടുതലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുടെ അഭിപ്രായങ്ങൾ കൂടുതലായി ശേഖരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശ്രീനിവാസൻ പറയുന്നു 2 നമ്പറിന് പോയി, 1 കോടി രൂപ 2 നമ്പറിന് പോയി. പാവം നമ്മുടെ VK ശ്രീനിവാസനാണ് പോയിരിക്കുന്നത്, വല്ലാത്ത ദുഃഖം തന്നെ. അപ്പോൾ 1 കോടി രൂപ പോയി. പോട്ടെ ശ്രീനിവാസൻ, നമുക്കത് വാങ്ങിക്കാം. വേറൊരാൾക്ക് 2000 രൂപ അടിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു എന്നോട്. ഓക്കെ, അപ്പോൾ ജയകുമാർ എത്തിയിട്ടുണ്ട്. 5 ടിക്കറ്റ് എടുത്തിട്ട് 500 രൂപ അടിച്ചാൽ എന്ത് സന്തോഷം എന്നാണ് സുനിൽകുമാർ ചോദിക്കുന്നത്. ജയകുമാർ നമസ്കാരം. ചില ദിവസം ചാറ്റ് ബോക്സ് നമ്മളെ പറ്റിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതെന്താണ് അത് ഞാൻ നോക്കുക, പല ദിവസങ്ങളിൽ ചാറ്റ് ബോക്സിൽ പലരെയും കാണുന്നില്ല. അപ്പോൾ പലരും, അപ്പോൾ കുറേ പേര് പിന്നെ ശിവൻകുട്ടി എന്നോട് പറയുന്നു ഒരു ഉപജീവന മാർഗം, ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് ലോട്ടറി, അതുപോലെ സർക്കാരിനുള്ള ഒരു വരുമാന മാർഗവും ആണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ എന്നോട് രാമദാസ് തെക്കൂട്ട് പറയുന്നത് ഇതൊക്കെ ഒരു ഉടായ്പ് പരിപാടിയാണെന്നാണ് പറയുന്നത്. സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഉടായ്പ്. എല്ലാ ദിവസവും 1 കോടി, മാസം 30 കോടീശ്വരന്മാർ, ഇവരൊക്കെ എവിടെയാണ് പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒരു കോടീശ്വരനെയും കാണുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് കേട്ടോ, അടിച്ച് പലരും രക്ഷപ്പെട്ടവരുമുണ്ട്. അപ്പോൾ ദീപു ഇല്ലേന്ന് എന്നോടൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. വരുമായിരിക്കും. അപ്പോൾ ദീപു ലോട്ടറി എടുത്തോന്ന് എനിക്കറിയില്ല. അപ്പോൾ രഘുനന്ദനൻ പറയുന്നു ബമ്പർ വിജയ് അയാളുടെ ആവശ്യത്തിന് പണം ഉപയോഗിക്കും, ആരെങ്കിലും സഹായിക്കണമെങ്കിൽ പ്രമാണം വാങ്ങിച്ച് സഹായിക്കും എന്നാണ് പറയുന്നത്. ഓഹോ, അത് ശരി. അപ്പോൾ മനു ലോട്ടറി എടുത്തിരുന്നോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ എടുത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത ആളുകളുടെ ഒരു അഭിപ്രായം ആരായുന്നത്. എല്ലാവർക്കും ടൈം കൊടുക്കണം സംസാരിക്കാൻ എന്ന് അനൂപ് കുമാർ പറഞ്ഞു. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അനൂപ്. ഇതെന്താണെന്ന് അറിയാം, എല്ലാ ദിവസവും എനിക്ക് തന്നെ സംസാരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് നമ്മൾ പറയുക. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇടവേള വരുമ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല. ആ സമയത്ത് നമുക്ക് ഇടവേളയിലേക്ക് പോയില്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആ ഒരു എയർ ഡിസിപ്ലിനെ അത് ബാധിക്കും. അപ്പോൾ ശ്രീമതി മിനിക്ക് 2000 രൂപ കിട്ടിയെന്ന് പറയും. അപ്പോൾ ആളുകൾക്ക്, നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്ക് നിറയെ പേർക്ക് ലോട്ടറി അടിക്കുന്നുണ്ട്. രതി എന്നോടൊപ്പം ചേരുന്ന ചേർപ്പിൽ നിന്നാണ്. ശ്രീമതി രതി കേൾക്കാമോ? ശ്രീമതി രതി കേൾക്കാമോ? കേൾക്കാം. അപ്പോൾ ചേർപ്പിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ലോട്ടറി എത്ര എണ്ണം എടുത്തു ശ്രീമതി രതി? ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ, 500 രൂപയുടെ. ഞങ്ങള് ബമ്പർ എടുക്കാറുണ്ട്, ഓണ ബമ്പർ. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്താണ്?
റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇതിങ്ങനെ കണ്ടത്. അത് നോക്കിയോട്ടോളം ഒന്നും കിട്ടിയിട്ടില്ല. സാരമില്ല. അപ്പൊ ഒന്നാം സ്ഥാനമില്ല, രണ്ടാം സ്ഥാനമില്ല അല്ലേ? ഇനി ചെറിയ പ്രൈസ് വല്ലതും കിട്ടിയാലോ നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. മുന്നേ ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഞങ്ങൾ ഷെയർ ഇട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് 2000 രൂപ കിട്ടിയാന്ന്. അപ്പൊ അതാണ് വീണ്ടും ഒരു പ്രചോദനം. അപ്പൊ ഭാഗ്യം ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്, 2000 വരെ എത്തിയിട്ടുണ്ട് അല്ലേ? അറിയില്ല എങ്ങനെയാണെന്ന്. അപ്പൊ കിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കിട്ടാണെങ്കിൽ കുറച്ച് കടങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് വീട്ടാന്നുള്ള രീതിയിലാണ് എടുത്തത്. അപ്പൊ അതൊക്കെ. ശ്രീമതി രതി എന്തെങ്കിലും ജോലി ചെയ്യുന്നതാണോ, ഹൗസ് വൈഫ് ആണോ? ഞാൻ ജോലി ഒരു സെയിൽസ് ആയിട്ട് പോണു, സെയിൽസില്. അപ്പൊ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയ ചില കടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വീട്ടിയാൽ. എന്നാൽ 25 കോടി രൂപ കടം ഉണ്ടാവില്ലല്ലോ അല്ലേ? 25 ഒന്നുമില്ല, നമുക്കൊരു ചെറിയ പ്രൈസ്, ഒരു 5 ലക്ഷം, ഒരു 3 ലക്ഷത്തിന്റെ കട ഉണ്ട്. അപ്പൊ ഒന്ന് ചെറുതായിട്ട് വീട്ടി ചെറുതായിട്ട് പോകാനുള്ള 25 ലക്ഷം ഒന്നും വേണ്ട, ഒരു ചെറിയതായിട്ട് 2 ലക്ഷം കിട്ടിയാൽ മതി. 5 ലക്ഷം ഒരു അത്രയ്ക്ക് മതി. അപ്പൊ നമുക്ക് വീട് പണിതതിന്റെ ഒരു 3 ലക്ഷം രൂപ കടൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് അതന്നെ കിട്ടിയ ഒരു 500 അല്ല ഇപ്പൊ കിട്ടിയ ഒരു ഇത് ആര് എന്നാ പറയാ, അതെ. അപ്പൊ അത് കാരണം നമുക്ക് എത്ര കാശി ചെലവാണ്, 500 രൂപ. അപ്പൊ നേരത്തെ ആണെങ്കിൽ 2000 അടിച്ചിട്ടുണ്ട്, ചിലപ്പോ ഭാഗ്യം വരാനൊരു വഴിയുണ്ട്. പക്ഷെ അടിക്കുമെന്ന് വിചാരിച്ചല്ലേ, ചെറുതായിട്ടെങ്കിലും അടിക്കുമെന്ന് വിചാരിച്ചു. ചെറുതായി ഒക്കെ അടിച്ചാലും മതി, നമുക്ക് വലിയതൊന്നും വേണ്ട. അതെ ചെറിയൊരു സമ്മാനം കിട്ടിയ വലിയൊരു ഇതായിരുന്നു. പക്ഷെ ഭാഗ്യം കടാശിച്ച് ഇല്ലാന്ന് തോന്നുന്നു. നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാറിന്റെ ഇത് ഇങ്ങനെ ഞാൻ ടിവിയിൽ കണ്ടത്. അപ്പൊ ബാക്കി നോക്കിട്ട് അടിച്ചാൽ എന്നെ അറിയിക്കണം, എനിക്ക് മുട്ടായൊക്കെ അയച്ചു തരും വേണം കേട്ടോ. ഓക്കെ സാറേ. അപ്പൊ വേറെയും പലർക്കും ഇത് 500 അടിച്ചു എന്ന് പറയുന്നത്. വിഷ്ണു വെള്ളങ്കിരിക്ക് 500 അടിച്ചു. ശംസുദ്ദീന് 2000 കിട്ടി. ശംസുദ്ദീൻ 2000 രൂപ കിട്ടിയിട്ട് ഒരു മുട്ടായി പോലും എനിക്ക് തരാമെന്ന് പറയുന്നില്ലല്ലോ. 2000 രൂപ കിട്ടിയിരിക്കുന്നു. നമ്മുടെ പൊതുവേദി പ്രേക്ഷകർക്കൊക്കെ കുറേ പേർക്ക് ലോട്ടറി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിലൻ ഉണ്ട് എന്നോടൊപ്പം കോട്ടയത്ത് നിന്ന്. മിലൻ ലോട്ടറി അടിച്ചോ? ലോട്ടറി എടുത്തില്ലായിരുന്നു. പിന്നെ എന്തോന്ന് ഇത് പ്രതീക്ഷയില്ലാത്ത? എന്താണ് ഒരു പൊട്ടും പ്രതീക്ഷയില്ലേ? എടുക്കാൻ മറന്നുപോയെന്നു. എന്നിട്ട് ഇപ്പൊ അതിലൊരു നിരാശ തോന്നുന്നുണ്ട്. ഒന്നാം സമ്മാനം 25 കോടിയാണെന്ന് കേൾക്കുമ്പോ. മിലൻ എന്താ ചെയ്യുന്നത്? എന്താ മിലൻ മറന്നുപോയി, എല്ലാം മറന്നുപോവുക. അപ്പോൾ ഇനി നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ജനാർദ്ദനൻ പിള്ളൈ ഹരിപ്പാട് നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ജനാർദ്ദനൻ പിള്ളൈ, പിന്നെ നമ്മുടെ ബമ്പർ ലോട്ടറി പലപ്പോഴും എടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം പിന്നെ ഈ വിഷുവിന്റെ ആണെന്ന് തോന്നുന്നു, ഞാൻ ഇന്ന് ലോട്ടറി നറുക്കെടുപ്പാണെങ്കിൽ തലേ ദിവസം പോയി അരിപ്പാടുന്ന എടുത്തു ഒരു ഏജന്റ് ഒരു സാധാരണക്കാരൻ ഒരു മനുഷ്യന് 2 ടിക്കറ്റ് മേടിച്ചു. ആ 2 ടിക്കറ്റും അവർ നമ്മൾ ചെന്നപ്പോഴേ ചോദിക്കുന്നത് ഇത്ര ടിക്കറ്റേ ഉള്ളൂ, തൃശ്ശൂരേ വേണോ, തിരുവനന്തപുരത്തെ വേണോ, കോഴിക്കോട്ടെ വേണോ. അപ്പൊ ഞാൻ വിചാരിക്കുക ഭാവമെങ്കിൽ ഇത് അരിപ്പാട്ട് വിൽക്കുന്ന ടിക്കറ്റ് ഇവരുടെ ഇങ്ങനെ ഇവിടുത്തെ ഒക്കെ ടിക്കറ്റ് വിൽക്കുന്നതെന്ന്. അപ്പൊ അതൊന്നും സാധാരണ അടിക്കാറില്ല. ഒരു പ്രാവശ്യം 500 രൂപ കിട്ടി, അതേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ബമ്പർ, ഈ ഓണം ബമ്പർ 25 കോടി വലിയ പരസ്യം നമ്മളെല്ലാം കൊട്ടിക്കൊള്ളിക്കുന്നുണ്ട്. നെറ്റ് എമൗണ്ട് എന്താ കൊടുത്താല് 12 ലക്ഷം അല്ലെ 12 കോടിയോ 11 കോടിയോ ആണോ കൊടുക്കണ്ടേ? ഇത്രയും ടാക്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. നെറ്റ് ഇത് എല്ലാം കഴിച്ചുള്ള എമൗണ്ട് പ്രഖ്യാപിക്കേ. എന്തിനാ 25 കോടി എന്ന് പറഞ്ഞില്ലേ? ഭയങ്കരമായിട്ട് ആൾക്കാരെ മോഹിപ്പിച്ചിട്ട് 11-12 ലക്ഷം 12 കോടി കൊടുത്തിട്ട് അവരെ പറ്റിക്കുന്ന പരിപാടിയായിരുന്നു. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ഗൗതം എന്നോട് പറയുന്നത് ഇപ്പം നിറയെ പേർക്ക് ലോട്ടറി അടിച്ചുകൊണ്ട് മനുവിൻ്റെ ഫോൺ നമ്പർ അയച്ചു കൊടുക്കൂ, മുട്ടായി അയച്ചു തരേണ്ടവരെല്ലാം മനുവിന് അയച്ചു തരും എന്നാണ് പറയുന്നത്. മനുവിൻ്റെ ഫോൺ നമ്പർ കൊടുക്കൂ, മുട്ടായി അയച്ചു തരേണ്ട എല്ലാവർക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫോൺ നമ്പറൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിലിടുകയും ചെയ്യാം ഒരു ദിവസം. അപ്പോൾ ഹരികൃഷ്ണൻ എന്നോട് പറയും തിരുവോണം ബമ്പർ എടുത്തു, ഇടയ്ക്ക് ഇതുപോലൊരു ഭാഗ്യം പരീക്ഷിക്കാറുണ്ട്, ഇത്തവണ 5000 അടിച്ചു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ വേറൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ PCR ആളുകളെല്ലാം നമ്മുടെ ന്യൂസ് 18 ടീമിലെ അംഗങ്ങളെല്ലാം ചേർന്ന് ഒരു ലോട്ടറി എടുത്തു. അവർക്കും 5000 അടിച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്തത് അവർക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തത് നമ്മുടെ കൊച്ചിയിലുള്ള റിപ്പോർട്ടർ ആജ്ഞയാണ്. അപ്പോൾ ആജ്ഞ ആ ടിക്കറ്റ് 5000 രൂപ അവിടെ എടുത്തിട്ടുണ്ട്, ആ ടിക്കറ്റിന് 5000 രൂപ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തതെന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് ടിക്കറ്റ് എടുത്തില്ല, എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ അടിക്കുന്നുണ്ട്. പൊതുവേദിയിലും ധാരാളം പ്രേക്ഷകർക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ജയരാജൻ മലപ്പുറത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയരാജൻ, ശ്രീ ജയരാജൻ മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ മലപ്പുറം കാടാമ്പുഴ അമ്പലത്തിന് അടുത്തുണ്ട്. കാടാമ്പുഴ അമ്പലത്തിൽ മുമ്പൊരു നമ്മുടെ അഹമ്മദ് ബാബ എന്ന് പറഞ്ഞ നമുക്കൊരു പ്രേക്ഷകൻ സ്ഥിരമായി നമ്മുടെ കാടാമ്പുഴ അമ്പലത്തിന് സമയത്ത് വിളിക്കും. അപ്പോൾ ജയരാജൻ മുമ്പ് ഉണ്ടെന്നാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അന്നും അഹമ്മദ് ബാബയുടെ കാര്യം പറഞ്ഞു കാണും. വിളിച്ചിട്ട് പലപ്പോഴും കിട്ടായില്ല, തിരക്ക് കാരണേ. അതെയോ, ഓക്കെ. അപ്പോൾ ഇന്ന് ലോട്ടറി എന്താ കിട്ടി, എന്ത് സംഭവിച്ചു ജയരാജൻ? സാറ് ലോട്ടറി എടുത്താ? ഞാൻ എടുത്തില്ല, ഞാൻ അതല്ലേ പറഞ്ഞു, ഞാൻ എടുത്തില്ല. പക്ഷെ എനിക്ക് ചുറ്റുമുള്ളവർക്കൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, PCR ഉള്ളവർക്ക് 5000 അടിച്ചു. അവരെല്ലാം കൂടെ ലോട്ടറി എടുത്തത്. അത് നമ്മുടെ ആജ്ഞ രവീന്ദ്രൻ, നമ്മുടെ ഒരു അവിടുത്തെ റിപ്പോർട്ടറാണ്. അത് ലാസ്റ്റ് മിനിറ്റിൽ, അതായത് ലോട്ടറി നറുക്കെടുക്കാനുള്ള കുറച്ച് സമയത്തിന് ഉള്ളിൽ അവിടെ അവശേഷിക്കുന്ന 1-2 ടിക്കറ്റ് ഉള്ളപ്പോൾ അതിലൊന്നെടുത്തു. അതിന് 5000 അടിച്ചു. അപ്പൊ ഭാഗ്യം ഇങ്ങനെ എനിക്ക് ചുറ്റും പറന്ന് നടക്കുക കേട്ടോ. ഞാൻ ലോട്ടറി എനിക്ക് മറ്റുള്ളവർക്ക് അടിക്കുന്നത് കാണുന്നതിലാണ് ഒരു സന്തോഷം. ഞാൻ ലോട്ടറി എടുത്തില്ല സാറേ. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ദുഃഖിക്കാനൊന്നുമില്ല. നമുക്ക് ചുറ്റുമുള്ള പൊതുവേദിയിൽ ധാരാളം പേർക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ സന്തോഷം പങ്കുവെച്ച് അതല്ല അഹമ്മദ് ബാബിയെ മറ്റോ അവിടെ കാണുകയാണെങ്കിൽ എൻ്റെ അന്വേഷണമൊക്കെ അറിയിക്കണം. ഓക്കെ. അപ്പോൾ ദീപു ചേർന്നുണ്ട്. ഇനി ദീപുവിനാണോ 1ാം സമ്മാനം? ദീപു, ഞാനിങ്ങനെ ഓരോരുത്തർ നോക്കും, പലരും അടിച്ചെന്ന് പറയാണ്. എന്തെങ്കിലും അടിച്ചോ ദീപു? അല്ല, ഞാൻ ഇത് സത്യത്തിൽ ഈ ഓണം നറുക്കെടുപ്പ് നേരത്തെ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പൂജാ ബമ്പറാണ്. അപ്പൊ ഇന്ന് വൈഫുമായിട്ട് പുറത്ത് പോയപ്പോ ഒരു ടിക്കറ്റ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അത് തീർന്നു, ടിക്കറ്റ് ഒന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. 75 ലക്ഷം ടിക്കറ്റ് വിറ്റ് തീർന്നു. അതിൽ ഒരു ടിക്കറ്റ് അച്ചടിപ്പിശകുള്ളതുകൊണ്ട് വിറ്റിട്ടില്ല. ഞാൻ ഈ ചെറിയ 50 രൂപയുടെ ടിക്കറ്റാണ് എടുക്കാറ്. ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ അപ്പൊ തന്നെ എടുക്കണം. അത് പിന്നെ നോക്കാറില്ല. അതിന്റെ റിസൾട്ട് തന്നെ വല്ലപ്പോഴും ഒക്കെയാണ് നോക്കുന്നത്. അടിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ അത് നോക്കാൻ സാധ്യതയില്ല. എന്നാലും ഒരു 200 രൂപ ഇതുവരെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിളിക്കാനുള്ള കാര്യം, മനു ആദ്യം ഇതുമായി ബന്ധപ്പെട്ട മനുവിന് എന്തിനാണ് ഇനി അടിക്കുന്നത്? മനുവിന് ബിഗ് ബോസിൽ സ്ഥാനം കിട്ടിയിരിക്കുന്നത്. ഇനി മനുവിന് അവിടുന്ന് ഇഷ്ടംപോലെ ലക്ഷങ്ങൾ വരാനുള്ളപ്പോഴാണ് ഇനി ഇവിടുന്ന് ലോട്ടറി ടിക്കറ്റ് അടിക്കുന്നത്. അപ്പം ഇനി മനു ഞങ്ങൾ പോകുമ്പോൾ 2 പേരെ കൂടെ കൊണ്ടുപോകണം. ഒന്ന് എന്നെയും കൊണ്ടുപോകണം, ഒന്ന് പ്രദീപ് ന്യൂയോർക്കിനെയും കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് നല്ല അടി ഇട്ടിട്ട് നമുക്ക് തന്നെ 1ാം സമ്മാനം ബിഗ് ബോസിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ മനു ഒരു കാര്യം പറഞ്ഞു, ഇതിനകത്ത് ഈ ലോട്ടറി മനു മാത്രമല്ല, ബാക്കി ലോട്ടറി ഇന്ന് സർക്കാരിന് ഭയങ്കര വരുമാനം എന്ന് പറയുന്നുണ്ട്. ആകെ തനത് വരുമാനത്തിന്റെ 0.5% നമ്മുടെ ലോട്ടറി. GST ആണ് ഏറ്റവും വലിയ വരുമാനം. ഇത് GST പുറമേയുള്ള വരുമാനങ്ങളിൽ ഒന്ന്. ബഡ്ജറ്റിന്റെ 1% മാത്രവുമല്ല, കഴിഞ്ഞ വർഷം 236 കോടി രൂപയാണ് കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോട്ടറി വകുപ്പ് കൊടുത്തത്. 100 കോടി രൂപ ലൈഫിന് കൊടുത്തു. മാത്രമല്ല, ഈ കടയോ കച്ചവട സ്ഥാപനം ഇല്ലാത്ത ക്ഷേമനിധി അംഗങ്ങൾക്ക് ഇതിനുമായിട്ടുള്ള സാമഗ്രികൾ കൊടുക്കും. അംഗപരിമിതരായവർക്ക് ട്രൈ സ്കൂട്ടർ വിതരണം, തൊഴിലാളികൾക്ക് യൂണിഫോം, അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ്, അംഗങ്ങൾ മരണപ്പെട്ടാൽ അവകാശികൾക്ക് മരണാന്തര സഹായം, ചികിത്സാ ധനസഹായം, പ്രത്യേക ചികിത്സാ പദ്ധതികൾ, വനിതാ അംഗങ്ങൾക്ക് ക്ഷേമനിധി വഴി കൊടുക്കുന്നതല്ലേ? അല്ല, ഇതിന്റെ വരുമാനത്തിൽ നിന്ന് കൊടുക്കുന്നതാണ്. ക്ഷേമനിധിയിലേക്ക് അല്ലാതെയും കോൺട്രിബ്യൂഷൻ അവർ ചെയ്യുന്നുണ്ട്, സർക്കാരിലേക്ക് കൊടുക്കുന്നു. പ്രസവ ധനസഹായം തുടങ്ങി. ഇപ്പൊ എന്താന്ന് വെച്ചാൽ GST 28-ൽ നിന്ന് 40% മാറ്റി. അല്ല, അത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കൊണ്ടിട്ട് ഇവിടെ സർക്കാർ വരുമാനം ഉണ്ടാക്കി, ഇതിൽ നിന്നാണ് സർക്കാർ ഉണ്ടാക്കി കളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. ഈ വരുമാനത്തിൽ നിന്ന് പല കാര്യങ്ങളും സർക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അത് ഈ സർക്കാർ മാത്രമല്ല കേട്ടോ, മറ്റ് പല സർക്കാരുകളും വന്ന് മാറിക്കൊണ്ടിരിക്കുന്ന പല സർക്കാരുകളും ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ലോട്ടറി കൊണ്ടിട്ടാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബീഹാറിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോട്ട് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് മനു പേടിക്കേണ്ട. മനു ബിഗ് ബോസിൽ പോകുമ്പോ എന്നെയും പ്രദീപിനെയും കൂടെ കൊണ്ടുപോകാൻ മറക്കരുത്. ഓക്കെ മനു, നിങ്ങൾ 5000 രൂപ അടിച്ച നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ശരി, ഓക്കെ. അപ്പോ ശ്രീദാസൻ കഴക്കൂട്ടം എന്നോടൊപ്പം ചേരുന്നു. ശ്രീദാസൻ, എന്തായി ലോട്ടറി അടിച്ചോ ദാസൻ? എനിക്ക് ഒരു ടിക്കറ്റ് 500 രൂപ അടിച്ചിട്ടുണ്ട്. 61.54. വെരി ഗുഡ്. പൊതുവേദി പ്രേക്ഷകർക്കൊക്കെ ലോട്ടറി. അല്ല, വേറെ കാര്യം പറയാ, ഈ ദീപു എന്തെല്ലോ എഴുതി വായിച്ചു. ദീപോടൊന്നും പറയാന്ന് വെച്ചാൽ ദീപവും പ്രദീപും തമ്മിലുള്ള ആ പ്രശ്നം ഒന്ന് ഒഴിവാക്കണം. എന്തിനാ നമ്മൾ ഈ അടിമുടിയാക്കുന്നത്? എപ്പോ എന്ന് ഒഴിക്കുമ്പോ വർദ്ധ ഉണ്ടാക്കുന്ന ആശയപരമായി 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു ആശയ സംവാദം.
സ്നേഹത്തോട് കൂടിയിട്ട് അവരങ്ങനെയല്ല, അവരങ്ങനെയല്ല. അത് ഒഴിവാക്കാന്ന് പറയാം. അപ്പൊ ശ്രീ ദാസൻ അത് പോട്ടെ. അപ്പൊ 500 രൂപ കിട്ടിയ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്, ചെറുതെങ്കിൽ ചെറുത്, ഒരു ഭാഗ്യം ദേവത കൂടെ ഉണ്ട് അല്ലേ? 54 ഇന്ന് 500 രൂപ വെച്ചു. വേറെ പ്രധാന പ്രശ്നം പറയാനുണ്ട്. അപ്പൊ ഈ 500 രൂപ കൊണ്ട് ഇനി വീണ്ടും ലോട്ടറി എടുക്കാനാണോ പദ്ധതി, അതോ 500 രൂപ കയ്യിൽ വെക്കാനാണോ? അങ്ങനെയല്ല. ഈ ലോട്ടറി നമ്മൾ പറഞ്ഞാല് കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഈ ശ്രീനി ആലക്കോട് ഒരു വീഡിയോ ചെയ്തു. ലോട്ടറി അടിക്കുന്ന ആൾക്കാർക്ക് പിന്നെ വിൽക്കുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് അടിക്കുന്നതിനാ മതി വീഡിയോ ചെയ്ത് പിറ്റേന്ന് മത്സ്യം ബമ്പർ കണ്ടപ്പോ ആലക്കോടിനെ അടിച്ചു. ശ്രീനി ആലക്കോടിനോ? ആലക്കോട് ശ്രീനി ആലക്കോട് ഒരു വീഡിയോ ചെയ്തു. ചെയ്തപ്പോൾ ആലക്കോടുള്ള ഒരാൾക്ക് അടിച്ചു. ആ ശ്രീനി എന്റെ അടുത്ത സുഹൃത്താണ്, അതാ ഞാൻ ചോദിച്ചത്. പിറ്റേന്ന് ആരെ അടിച്ചു? 10 കോടി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കൃത്യമായിട്ട് ഒരു നിങ്ങളെ നോക്ക്, ഈ ലോട്ടറി ടിക്കറ്റ് തട്ടിപ്പാണ് എന്റെ വിശ്വാസം. ആണോ? സുതാര്യമായി നടക്കുന്നൊന്നല്ലേ പറയുന്നത്? എന്നെ വിളിക്കാൻ നമ്പർ വിളിക്കും, ഞാൻ മണിയെ കിട്ടാൻ തെളിവ് തരാം. പരസ്യമായിട്ട് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റും ലോട്ടറി ഡയറക്ടറേറ്റും ധനകാര്യ വകുപ്പിനും ആരോ നിന്നേക്കോ. ഞാൻ പറയുന്നത് മനു അന്യെന്ന് വിളിക്ക്, ഞാൻ കിട്ടാൻ തെളിവ് തരാം. പിന്നെ 0 മുതൽ 9 വരെയുള്ള ഈ 10 അക്കങ്ങള് വ്യത്യസ്ത വേഗത്തില് ആ മിഷനിലത് കറക്കിയിട്ട് എടുത്തോ സ്ഥലത്ത് ഞാൻ ചോദിക്കുന്നത് ഒരിക്കൽ പോലും ആദ്യം 0 വരുന്നില്ല. മനു ഒന്നാണ് വിളിക്കും, ഞാൻ നിങ്ങളെ വീഡിയോ സ്റ്റുഡിയോയിൽ വരാം, അതൊക്കെ തെളിയിക്കണം. ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് ഞാൻ ഈ ലോട്ടറി ഡയറക്ടറെ മൊത്തം വെല്ലുവിളിക്കുന്നത് തട്ടിപ്പാണ്. നിങ്ങൾ ഈ മിഷൻ ചെക്ക് ചെയ്ത് വെക്കുന്നതാണ് പറയുന്നു. അതിന്റെ എല്ലാ തരത്തിലുള്ള നിയമ നടപടി തയ്യാറായിരുന്നു. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ പിന്നെ അനിൽകുമാർ കഴക്കൂട്ടത്താണ് വിളിക്കുന്നത്. അനിൽകുമാർ, നമസ്കാരം. നമസ്കാരം. അനിൽകുമാർ ലോട്ടറി വല്ലതും അടിച്ചു? അനിൽകുമാറെ, ഞാൻ ലോട്ടറി എങ്ങനെ ഈ ഭാഗ്യപരീക്ഷണം നടത്താത്ത ഒരാളാണ്. അപ്പൊ അത് താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് ഈ പെട്രോൾ പമ്പിലൊക്കെ ചെല്ലുമ്പോൾ ചില അമ്മമാര് ലോട്ടറി വിൽക്കാൻ വേണ്ടി നിൽക്കാറുണ്ട്. ഈ ലോട്ടറി എടുത്തിട്ടില്ല, ഇന്നത്തെ എടുത്തില്ല, സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഏതായാലും ഇത് അവസാനിക്കാറായി. അപ്പൊ ഏതായാലും നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ രാജൻ കാരക്കോട് എന്നോട് വിളിക്കുന്നു. ശ്രീ രാജൻ, രാജൻ കേൾക്കാമോ? ലോട്ടറി എടുത്തോ? ഞാൻ ഓണം ബമ്പർ എടുത്തില്ല, ഞാൻ ടിക്കറ്റ് വിൽക്കുന്ന ഒരാൾ. വെരി ഗുഡ്. ഞാൻ അങ്ങനെ ഒരാൾ എന്താ വിളിക്കാത്തതെന്ന് ആലോചിക്കായിരുന്നു. അപ്പൊ എത്ര ടിക്കറ്റ് വിറ്റു ഓണം ബമ്പർ? ഓണം ബമ്പർ 40 ടിക്കറ്റ് വിറ്റ് 10 എണ്ണത്തിനകത്ത് 2,500 അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ പൊതുവേദി പ്രേക്ഷകരിലൊക്കെ പലർക്കും ലോട്ടറി അടിക്കുന്നു, ഏജന്റിൽ. അപ്പൊ 2 ടിക്കറ്റിൽ 5,000 അടിച്ചു. അതായത് 10 ടിക്കറ്റിൽ 80-25 80-29. ഓ, കാലക്കില്ല. സാറിന് വേറൊരു കാര്യം ഞങ്ങളുടെ ഒരു പ്രശ്നം ബോധ്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചത് ഈ കൂട്ടത്തില്. അതായത് ഇപ്പം ടിക്കറ്റ് വില 50 രൂപ ആക്കി. 50 രൂപ ആക്കിയപ്പോ നമുക്ക് 40 രൂപയുടെ കമ്മീഷൻ പോലും ഇല്ലായിരുന്നു. കമ്മീഷൻ കുറച്ചു. ഇനി നികുതി കൂടുമ്പോ കൂടുതൽ പ്രതിസന്ധിയിലാകും അല്ലേ? അപ്പൊ സാറേ ഇപ്പൊ GST 12% കൂട്ടിയപ്പോഴേ നമ്മളെ ഒന്ന് ടിക്കറ്റിന് 1 രൂപ 20 പൈസ കൂടുതലാണ് ഞങ്ങളുടെ മേടിക്കുന്നത് വിൽപ്പനക്കാരുടെ. കമ്മീഷനിൽ 12% 9% കുറയും അല്ലേ? 1 കോടി ചില്ലറ അവര് കമ്മീഷൻ കുറച്ചു. പക്ഷെ അതിന്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. അപ്പൊ 2 ലക്ഷം, ഏതാണ്ട് ഒരു 2 ലക്ഷം പേര് വരുമല്ലേ ലോട്ടറി വ്യാപാരികളായിട്ട് വിൽക്കുന്ന? ഉണ്ട് സാർ, അതെല്ലാം കണ്ണു കാണാത്തൊരു അന്തരം. എനിക്കാണേലും ഞാൻ മുമ്പ് സർക്കാർ ജോലി ഒക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ എനിക്ക് കാലിനൊക്കെ വേദനയായിട്ട് നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 2 ലക്ഷം കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് അല്ലേ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ 50 രൂപയ്ക്ക് ഇപ്പൊ നിലവിലൊരു കമ്മീഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പുനഃസ്ഥാപിക്കണമെന്നാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്. കാര്യം അവര് ദയനീയമാണ് നമ്മുടെ അവസ്ഥ. ഈ സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യരുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം തിരിച്ചെടുത്തു, കിട്ടിക്കൊണ്ടിരുന്നത് എടുത്തു. 5,000-ന്റെ ഒരെണ്ണം ഇവരെ കുറച്ചു. പക്ഷേ ഈ ക്ഷേമനിധി വഴിയുള്ള ആനുകൂല്യങ്ങൾ കൂട്ടുന്നുണ്ടോ ഈ ലോട്ടറി തൊഴിലാളികൾക്ക്? ഇല്ല സാറേ, അത് ഞങ്ങൾ അങ്ങോട്ട് അടയ്ക്കുന്ന പൈസ ഇല്ല സാറേ. നമ്മൾ ഒരു മാസം 50 രൂപ വെച്ച് അടയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓണത്തിന് ഇപ്പൊ 7,000 രൂപ ബോണസ് വന്നു, 7,500 രൂപ ഇപ്രാവശ്യം ബോണസ് വന്നു. അപ്പൊ ഈ എത്ര കോടി നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമുക്കിത് കിട്ടുന്നത്? അതേസമയം ഇപ്പൊ ഏതായാലും ഒരു ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കാൻ അവർ സമ്മതിക്കും സാർ. നമ്മുടെ 5,000 ഒന്ന് കുറച്ചു, 1,000 5 കുറച്ചു. പിന്നെ നമ്മുടെ ടിക്കറ്റിന് ഇപ്പൊ 1 രൂപ 20 പൈസ വെച്ച് കൂടി. അപ്പൊ ഞാൻ 120 ടിക്കറ്റ് എടുക്കുമ്പോ എനിക്ക് എത്ര രൂപ നഷ്ടം വരുന്നുണ്ട്? അതെന്ന് കിട്ടിക്കൊണ്ടിരുന്നത് പോയില്ലേ? 5,000 അടിച്ച് 570 രൂപ കമ്മീഷൻ കിട്ടുമായിരുന്നു.
ഇപ്പൊ അത് 450 പക്ഷെ GST കൂട്ടിയപ്പോ നമ്മളത് മേടിച്ചോണ്ടിരിക്കുക പൈസ. അപ്പൊ പിന്നെ എങ്ങനെ ഈ സർക്കാരിന് നഷ്ടം വരുന്നത്? ഈ കുറയ്ക്കാൻ പാടില്ലായിരുന്നു ഇത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ മാധ്യമങ്ങൾ എന്തായാലും വരുന്നത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി ധനകാര്യ വകുപ്പിനെ കൊണ്ട് ബോധ്യപ്പെടുത്തും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുമെന്ന് സഹായിക്കണം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ. നമുക്ക് നിലവിലുള്ളത് പുനഃസ്ഥാപിച്ചാൽ മതി, നിലവിലുള്ളത് മതി, ആ കുറച്ചത്. ഓക്കെ വ്യക്തമാണ്. അപ്പോൾ അനഘ ഓക്കെ വ്യക്തമാണ്. അപ്പോൾ ഇന്ന് സമയം കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമാണ് അത്. അപ്പോൾ അനഘ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അനഘയ്ക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് കേട്ടോ, 2000 റുപ്പീസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അനഘ, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ എനിക്ക് മുട്ടായിയൊക്കെ അയച്ചു തരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനഘ പക്ഷേ പൊതുവേദിയിലേക്ക് വിളിക്കാത്തതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അപ്പോൾ മുട്ടായി ഒക്കെ എനിക്ക് അയച്ചു തരണം. 2000 രൂപ വെച്ച് അടിച്ച് പൊളിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അനഘയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഹരികൃഷ്ണൻ പറയുന്നത് തിരുവോണം ബമ്പർ എടുത്തു, ഇടയ്ക്ക് ഇതുപോലെ ഭാഗ്യം പരീക്ഷിക്കാറുണ്ട്, 5000 അടിച്ചു, എൻ്റെ പൊന്നെ. അപ്പോൾ നമ്മൾ പൊതുവേദി പ്രേക്ഷകർക്കെല്ലാം പലർക്കും ലോട്ടറി അടിക്കുകയാണ്. അപ്പോൾ 5000 അടിക്കുന്നു, അനഘയ്ക്ക് 2000 അടിക്കുന്നു. അപ്പോൾ ഒരു ഏജൻറ്റിന് അടിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദുരിത കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്നവർ കേൾക്കേണ്ടതാണ്. ഏതായാലും മലയാളിക്ക് ലോട്ടറിയിൽ അമിത പ്രതീക്ഷയോ എന്ന ചോദ്യം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചു. യൂട്യൂബിലൂടെ നിരവധി പേരാണ് അതിൽ പ്രതികരണങ്ങളുമായി എത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത് 87% ആളുകൾ, മലയാളികൾ ലോട്ടറിയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. 13% ആളുകൾ ലോട്ടറി കാര്യമില്ല എന്ന് വിചാരിക്കുന്നവരും ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. അല്പസമയത്തിനകം MG രേണുക നിങ്ങൾക്കൊപ്പം ചേരും. നന്ദി, നമസ്കാരം.